Yes. Okay. Yes. So after a long time, നമ്മൾ വീണ്ടും നമ്മളുടെ റിവിഷൻ സീരീസ്, റിവിഷൻ എന്ന് പറയുമ്പോൾ ഫുൾ റിവിഷൻ സീരീസ്, ക്വിക്ക് റിവിഷൻ ഒന്നുമല്ല, കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഈ പ്ലേലിസ്റ്റ് അറിയാമല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ IDT മൊത്തം കാര്യം ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മൊത്തം ഫുൾ സിലബസ് 100% കവറേജ് എന്നുള്ള രീതിയിൽ CAയും CMAക്കും രണ്ടാൾക്കും IDT. CAക്ക് ആണെങ്കിൽ നമ്മളെ GST മാത്രം, CMAക്ക് നമ്മളെ കസ്റ്റംസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഇതിൽ പറയും എന്നുണ്ടായിരുന്നു. ഓൾറെഡി കുറേ പോർഷൻസ് ഇതിൽ ഓൾറെഡി കവേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി പോർഷൻസ് നമ്മൾ ഇനി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോമ്പോസിഷൻ സ്കീമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ CA ഷാഹിദ് അലി, ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി ക്യാബ്. സോ തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 8, എൻ്റെ രീതിയിൽ ചാപ്റ്റർ നമ്പർ 8 കോമ്പോസിഷൻ സ്കീം. ഇന്ന് നമ്മളുടെ ടാർഗറ്റ് കോമ്പോസിഷൻ സ്കീം മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പ്ലസ് അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള എക്സാം ടൈപ്പ് MCQs, പ്ലസ് അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മുടെ ടാർഗറ്റ്. സോ പെട്ടെന്ന് നോക്കിയപ്പോൾ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ കോമ്പോസിഷൻ സ്കീം. സോ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, ഇറ്റ്സ് എ സ്കീം ആക്ച്വലി. അപ്പോൾ എല്ലാ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ ലോജിക്ക് പറയാറുണ്ട്, വൈ ദാറ്റ് ചാപ്റ്റർ എന്നുള്ളത്. അല്ല, എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമായിരുന്നു വൈ ദാറ്റ് ചാപ്റ്റർ എന്നുള്ളത്. സോ എന്തിനാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്നുള്ള സംഭവം? എടാ, നമ്മുടെ ഈ രാജ്യത്ത് കുറേ വൻകിടക്കാരും കുറേ ചെറുകിട ആൾക്കാരൊക്കെ ഇല്ലേ? അപ്പൊ ചെറുകിട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന, ചെറുകിട ആൾക്കാർക്ക് ഒരു എന്താ പറയാ, അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന GST കൊണ്ടുവന്ന ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഗുലർ സ്കീമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, നോർമലായിട്ട് പോകുമ്പോൾ നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം, കുറേ കംപ്ലയൻസസ് ഉണ്ട്, അതൊക്കെ പാലിക്കണം. അപ്പം അതേപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പം അതൊന്നും പാലിക്കണ്ട, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറേ കാര്യങ്ങൾ ഒഴിവാക്കി തരാം, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ഫോം ആക്കി കൊടുത്തു. അപ്പം അതെല്ലാവർക്കും പറ്റൂല, ഞാൻ പറഞ്ഞു ചെറുകിടക്കാരാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ആർക്കൊക്കെ ഇത് അപ്ലിക്കബിൾ ആവുക, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണുള്ളത്, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. സംഭവം സിമ്പിളാണ്, ആ രീതിക്ക് ആലോചിക്കണം. മനസ്സിലായി? അപ്പോൾ ഇതൊരു സ്കീമാണ്, ഇത് ഓപ്റ്റ് ചെയ്യണം നിർബന്ധമുണ്ടോ? കോമ്പോസിഷൻ സ്കീം എടുത്തിരിക്കണമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടോ? ഇല്ല, വേണമെങ്കിൽ എടുത്താൽ മതി. ഇറ്റ്സ് ആൻ ഓപ്ഷൻ ഓൺലി. വേണമെങ്കിൽ എടുത്താൽ മതി, നിങ്ങളിഷ്ടം. ഓക്കെ, സോ ഇറ്റ്സ് അവർ ചോയ്സ്. നമ്മൾ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ കോമ്പോസിഷൻ സ്കീമിന്റെ സെക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ, ഈ സെക്ഷൻ കോട്ട് ചെയ്യുന്നത് കിട്ടുന്നില്ല. ഓക്കെ, ഈ സെക്ഷൻ കോട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 10 ഓർത്ത് വെച്ചോ. സെക്ഷൻ 10ലാണ് കോമ്പോസിഷൻ സ്കീം പറയുന്നത്. ഇതിന്റെ സബ്സെക്ഷൻസും നമ്മൾ പതുക്കെ പറയും, ആ സബ്സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1 സെക്കൻഡ്, പെൻ വർക്ക് ആവുന്നില്ല. യെസ്, വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, റെഡി. അപ്പം കോമ്പോസിഷൻ സ്കീം തുടങ്ങാൻ സെക്ഷൻ 10 ആണ് ഞാൻ പറഞ്ഞു. അതിന്റെ സബ്സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 10 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 1ലാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഇതാണ് മെയിൻ സെക്ഷൻ, കോർ സെക്ഷൻ. ഓക്കെ, കോർ സെക്ഷൻ. ഓക്കെ, സെക്ഷൻ 10 സബ്സെക്ഷൻ 1. ഇവിടെ പറയുന്നത് ആർക്കാണ് ഈ പറഞ്ഞ പ്രൊവിഷൻ അപ്ലിക്കബിൾ എന്നുള്ള പറയുന്നത്. ഇപ്പൊ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ടു ദി കോൺട്രാരി കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ബട്ട് സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 3 and 4 ഓഫ് 9. ഈ സെക്ഷൻ 9 ഏതാ? നമ്മൾ റിവേഴ്സ് ചാർജിന്റെ സെക്ഷൻ. റിവേഴ്സ് ചാർജിന്റെ ചാർജ് ഓഫ് GST പറയുന്ന സെക്ഷൻ. അതിൽ സെക്ഷൻ റിവേഴ്സ് ചാർജിന്റെ സെക്ഷനാണ് 3 ഉം 4ഉം. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റ് ആക്ടിലെ മറ്റ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ സബ്ജക്ട് ടു ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 3 and 4 എന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജ് സ്റ്റിൽ ഈ കോമ്പോസിഷൻ സ്കീമാർക്ക് അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത്. മറ്റതൊക്കെ മാറ്റി നിർത്തി, പക്ഷേ ഇത് റിവേഴ്സ് ചാർജ് സ്റ്റിൽ വിൽ ബി അപ്ലിക്കബിൾ. അങ്ങനെയുള്ള ആൾക്കാർ, a registered person whose aggregate turnover in the preceding financial year did not exceed 1.5 കോടി. 1.5 കോടി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1.5 കോടി അത് ഏത് ഫിനാൻഷ്യൽ ഇയറില? പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അവിടുത്തെ കീവേഡ്സ് ഒന്ന് അഗ്രിഗേറ്റ് ടേൺഓവർ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് 1.5 കോടിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ മേ ഓപ്റ്റ് ടു പേ ഇൻ lieu of tax payable by him under section 1 subsection 1 of section 9 an amount of tax calculated at such rate as may be prescribed but not exceeding. അപ്പോൾ 1.5 കോടിക്ക് താഴെയാണ് നമ്മളുടെ ടേൺ ഓവർ. ഏത് വർഷത്തെ ടേൺ ഓവർ? പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറത്തെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ
അവർക്ക് എന്ത് ചെയ്യാം, ഈ താഴെ പറയുന്ന രീതിയിലുള്ള ടാക്സ് അടച്ച് അങ്ങനെ എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് പോവാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത്. അപ്പോൾ ഇത് പക്ക നമ്മുടെ ലോ ലാംഗ്വേജ് ആണ്, നമ്മുടെ ആക്ട് ലാംഗ്വേജ് ആണ്. അതാണ് ഞാനിങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ പെർസെൻറ്റേജ് എങ്ങനെ എന്നാണ് അടുത്ത ചോദ്യം. ഇവരെങ്ങനെയാണ് ഇവരുടെ പെർസെൻറ്റേജ് വരുന്നത്? ഇവർ ഫസ്റ്റ് പറയുന്നത് 0.5% ഓഫ് ദി ടേൺ ഓവർ ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ഓർ ടേൺ ഓവർ ഇൻ ദി യൂണിയൻ ടെറിട്ടറി ഇൻ കേസ് ഓഫ് മാനുഫാക്ചർ. സോ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ 0.5%, എന്തിൻ്റെ, ടേൺ ഓവറിൻ്റെ 0.5%. ഇനി റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2.5% ഓഫ് ദി ടേൺ ഓവറിൻ്റെ 2.5% ആണ്. ഇതെന്ത് മാത്രമാണ് 0.5ഉം, ഇത് പറയുന്നത് CGST മാത്രമാണ്, CGST. അപ്പോൾ SGST കൂട്ടുകയാണെങ്കിലോ ഇതെന്തായിരിക്കും, 1% ആയിരിക്കും. ഇതെന്തായിരിക്കും, 5% ആയിരിക്കും. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ CGST ആക്ട് അല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റേറ്റ് അല്ലേ പറയുള്ളൂ. SGST ആക്ട് ഓപ്പോസിറ്റ് ഉണ്ട് ഇതേപോലെ തന്നെ, അത് ഓരോ സ്റ്റേറ്റിനും ഓരോന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.5 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളെ കാൽക്കുലേഷൻ, നമ്മളെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ. ഓക്കെ, ദെൻ 0. അപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസുകാർക്ക് അവിടെ പറയുന്നുണ്ട്, ആൽക്കഹോൾ സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റൂല. ആൽക്കഹോൾ സർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് സർവീസുകാർക്ക് 2.5% ഓഫ് ദി ടേൺ ഓവർ ടാക്സ് അടക്കം. അതേപോലെ തന്നെ ടാക്സിബിൾ സപ്ലൈ, എന്തിൻ്റെ, ടേൺ ഓവർ ഓഫ് ടാക്സിബിൾ സപ്ലൈ ഇൻ ഗുഡ്സ് ഓർ സർവീസസ് ഇൻ കേസ് ഓഫ് അതർ സപ്ലൈസ്. അതർ സപ്ലൈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതർ ട്രേഡേഴ്സ് ആണ്. അതർ ട്രേഡേഴ്സ്, ബാക്കിയുള്ള ആൾക്കാർ, നോർമൽ ട്രേഡേഴ്സ്, മാനുഫാക്ചർ അല്ലാത്ത ബാക്കി ട്രേഡേഴ്സ് ഉണ്ടല്ലോ, നോർമൽ കച്ചവടക്കാർ. അപ്പോൾ ഇതാണ് ഇവിടെ ഇത്രയാണ് വരുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കോടിക്ക് താഴെയാണ് നിങ്ങൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ പ്രൊസീഡിംഗ് ഫിനാൻഷ്യൽ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, താഴെ പറയുന്ന രീതിയിൽ ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുന്നത്. ടാക്സ് അടച്ചാൽ മതി എന്ന് വെച്ചാൽ, ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു പേ ദി ടാക്സ്. എത്ര, ഞാൻ മാനുഫാക്ചർ ആണെങ്കിൽ 0.5, എൻ്റെ ആ സ്റ്റേറ്റിൽ എൻ്റെ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 0.5% CGST, 0.5% SGST. ഞാനൊരു റെസ്റ്റോറൻറ്റ് സർവീസ് ആണ്, ആൽക്കഹോൾ സർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിൽ 2.5% CGST, 2.5% GST ഓഫ് ദി ടേൺ ഓവർ. ഇനി ഞാൻ അതർ ഏതെങ്കിലും ട്രേഡേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറോ റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ 0.5% ഓഫ് ദി, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഇവിടെ പറയുന്നത്. ടേൺ ഓവർ ഓഫ് എന്താണ്, ടാക്സബിൾ സപ്ലൈ എന്നാണ് പറയുന്നത്. ടാക്സബിൾ സപ്ലൈ, ഇവിടെ ഒക്കെ ടേൺ ഓവർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റംസിന്റെ മാത്രം എടുത്താൽ മതി. അവിടെ എക്സംപ്റ്റ് ഉള്ള ഒന്നും കണക്കാക്കണം. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എക്സം സപ്ലൈയും പെടും. പക്ഷെ ഇവിടെ ടാക്സബിൾ സപ്ലൈ മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ടാക്സബിൾ സപ്ലൈയുടെ 0.5% ആണ് ട്രേഡേഴ്സിന്റെ കേസിൽ ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ സബ്ജക്ട് ടു ദി കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഈ കണ്ടീഷനും റെസ്ട്രിക്ഷനും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്, എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടീഷനും റെസ്ട്രിക്ഷനും നോക്കണം. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് ഒന്നൊരു അമെൻമെന്റ് പോലെ വന്ന സാധനം എന്തോ ആണ് ഈ പറഞ്ഞ അടുത്ത് പറയാൻ വന്ന ഈ ബ്ലാക്ക് ചെയ്തിട്ടുള്ള സാധനം, ബോൾഡ് ചെയ്തിട്ടുള്ള സാധനം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 സാധാരണ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഗുഡ്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഗുഡ്സ്, അയ്യോ സാറേ, അപ്പോഴല്ലേ റെസ്റ്റോറൻറ്റ് സർവീസ് എക്സെപ്റ്റ് ഗുഡ്സ്, എക്സെപ്റ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റ് സർവീസുകാരെ എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി എന്ന് വെച്ചാൽ ബാക്കി നോർമൽ സർവീസ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ടുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫർദർ ഇനി കണ്ടീഷൻസിൽ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ ഞാൻ ഗുഡ്സ് മാത്രം വിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ സെക്ഷൻ എടുക്കാൻ പറ്റും, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിലും അങ്ങനെയാണ് എടുക്കുക. റെസ്റ്റോറൻറ്റ് സർവീസ് അതിന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കാണെങ്കിൽ കോമ്പോസിഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച് അവർ 2.5% ടാക്സ് അടക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില റെസ്റ്റോറൻ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ 5% കാരണം എന്ത് ചെയ്യുക, അവിടെ നമ്മളങ്ങനെ ടാക്സ് ഒന്നും വാങ്ങൂല. അവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേക്കൊന്ന് അവിടെ ആ ബില്ലിൽ എഴുതിയിട്ടുണ്ടാവും കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ പിന്നെ വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഗുഡ്സ് ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ കൂടെ കുറച്ചെങ്കിലും സർവീസ് ചെയ്തുകൂടെ എന്നാണ് അടുത്ത ചോദ്യം. കുറച്ചെങ്കിലും സർവീസ് തീരെ പറ്റൂല അങ്ങനെ. അപ്പോൾ പറഞ്ഞ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 എടുക്കാം സർവീസ് ചെയ്താലും. പക്ഷേ അവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറയാൻ പോകുന്നത്. എ പേഴ്സൺ ഹു ഹോപ്സ് ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 മേ സപ്ലൈ സർവീസസ്, മേ ആണ്, വേണമെങ്കിൽ സപ്ലൈ സർവീസസും ചെയ്യാൻ പറ്റും. അതർ ദാൻ റെസ്റ്റോറൻറ്റ് പ്രശ്നമില്ലല്ലോ, കോമ്പോസിഷൻ പ്രശ്നമില്ലല്ലോ. അതർ ദാൻ റെസ്റ്റോറൻറ്റ് വേറെ ഏതെങ്കിലും സർവീസസും കൂടി എനിക്ക് ചെയ്യാം. പക്ഷേ ഓഫ് വാല്യൂ എത്ര വരെ, നോട്ട് എക്സീഡിങ് 10% ഓഫ് ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഓർ ₹5 lakh. അയ്യോ, വിച്ച് എവർ ഈസ് ഹയർ എന്ന് വെച്ചാൽ എനിക്ക് സർവീസും കൂടി കൂട്ടത്തിൽ ചെയ്യാൻ പറ്റും. എത്ര, പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവറിന്റെ 10% വരെയോ 5 lakh വരെയോ, ചെറിയ ഹയർ ആണ്, അത്ര വരെ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ സർവീസും കൂടി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സർവീസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാൻ പറ്റും. എത്ര വരെ, പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിന്റെ 10% വരെയോ അല്ലെങ്കിൽ 5 lakh വരെയോ, വിച്ച് എവർ ഈസ് ഹയർ.
അപ്പോൾ ഞാനൊരു മൊബൈൽ കച്ചവടക്കാരനാണ് കൂട്ടിക്കും. ഗുഡ്സ് മാത്രമല്ല മൊബൈൽ കച്ചവടം, മൊബൈൽ ആക്സസറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മൊബൈൽ സർവീസും കൂടി ചെയ്യാനാണെങ്കിൽ കോമ്പോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സർവീസും കൂടി ചെയ്യാം. പക്ഷേ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് എത്ര വരെ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 10%, ഈ അല്ലെങ്കിൽ 5 ലാക്കോ വിച്ചോറി സൈഡിൽ ഏതാണോ ഹയർ അതുവരെ എനിക്ക് സർവീസ് ചെയ്യാം. അത് ഞാൻ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഞാൻ കോമ്പോഷൻ മാറണം. കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? യെസ്, ഓക്കെ. വെരി ക്രൂഷ്യലാണ് ഈ പറഞ്ഞ ഇത് വെച്ചിട്ട്, ഇത് മാത്രം വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ പറഞ്ഞ സർവീസ് ഇത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ കോമ്പോഷൻകാർക്ക് സർവീസ് തീരെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാൻ പറ്റും, അതിനുള്ള കണ്ടീഷൻ ഉണ്ട്, അതുവരെ ചെയ്യാം. ഐ തിങ്ക് ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അടുത്ത് നോക്കാം. അടുത്ത് പറയുന്നത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ, അല്ലെങ്കിൽ ഫോർ ദിസ് പർപ്പസ് വാല്യൂ ഓഫ് എക്സം സപ്ലൈ കാണുമ്പോൾ എക്സം സപ്ലൈ ഒക്കെ കൂട്ടൂല. അപ്പോൾ എക്സം സപ്ലൈ ഓഫ് സർവീസസ് പ്രൊവൈഡ് ബൈ ഓഫ് എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ് ലോൺ അഡ്വാൻസ് ഇൻ സോഫാർ ഫോർ ദി കൺസിഡറേഷൻ ആസ് റെപ്രസെന്റഡ് ബൈ ഇൻട്രസ്റ്റ് ഫോർ ഡിസ്കൗണ്ട് ഷാൽ നോട്ട് ബി ടേക്കൺ. എന്ന് വെച്ചാൽ ഈ സപ്ലൈ ഓഫ് സർവീസസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സം സപ്ലൈ ഇത് ഈ പറഞ്ഞ എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ് ലോൺ അഡ്വാൻസസ് കൊടുക്കുന്ന എക്സം സപ്ലൈ കാറ്റഗറിയിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യണ്ട, ഈ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഈ എക്സം സപ്ലൈൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ഓക്കെ, സോ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയും സർവീസസ് പ്രൊവൈഡഡ് ബൈ എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇത്രയുമാണെന്ന് പറയും. അത് കണക്കാക്കേ വേണ്ട, എടുക്കേ വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഷാൽ നോട്ട് ബി ടേക്കൺ എന്നാണ് പറയുന്നത്, എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി മേലെ നമ്മളൊരു 1.5 കോടിയുടെ ലിമിറ്റ് പറഞ്ഞിരുന്നു, അത് 75 ലക്ഷം ആവും താഴെ പറയുന്ന 8 സ്റ്റേറ്റ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന്. അപ്പോൾ ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആസാമും ഹിമാചൽ പ്രദേശും ആൻഡ് ജമ്മു ആൻഡ് കാശ്മീരും. ഓക്കെ, സോ ഇതിൽ അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, സിക്കിം ആൻഡ് ഉത്തരാഖണ്ഡ്. ഇവിടെ മണിപ്പൂരും വരും കേട്ടോ. മണിപ്പൂർ ഇതിൽ കൊടുത്തിട്ടില്ല. മണിപ്പൂർ 8 എണ്ണം വരണ്ടേ, 1 2 3 4 5 6 7 8ാമത്തെ മണിപ്പൂരാണ്. ഓക്കെ, നമ്മുടെ കൊടുത്തിട്ടില്ല, അവിടെ കൊടുക്കുക. അപ്പോൾ ഈ 8 സ്റ്റേറ്റ്സിന് 75 ലാക്കാണ് ലിമിറ്റ് നോക്കുന്നത്. ഇവിടെ 1.5 കോടിയാണ് ജനറലി, പക്ഷേ 8 സ്റ്റേറ്റിന് എന്തായിരിക്കും 75 ലാക്ക്. ഈ 8 സ്റ്റേറ്റ് എന്ത് ചെയ്യുക, കാണാപ്പാടം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്റ്റേറ്റ് ഏതെങ്കിലും കടന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ 1.5 കോടിക്ക് പോയാൽ 75 ആവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സ്റ്റേറ്റ്, ചിലപ്പം ഉള്ളിൽ കൊടുക്കും, സ്റ്റേറ്റ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ 1.5 കോടി അവിടെ വെച്ചിക്കരുത്, നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത് 75 ലാക്കിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ടേൺ ഓവർ ഇൻ കേസ് ഓഫ് ട്രേഡേഴ്സ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ടേൺ ഓവർ ഓഫ് ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഗുഡ്സ്. ട്രേഡേഴ്സിന്റെ കേസിൽ ടേൺ ഓവർ എന്താണ്, ടാക്സബിൾ സപ്ലൈസിന്റെ ടേൺ ഓവർ മാത്രം എടുക്കുന്നത്, അവിടെ എക്സം സപ്ലൈസ് എടുക്കില്ല. സ്പെസിഫിക്കലി നമ്മൾ ആ റെഡ് മാർക്ക് ചെയ്തില്ല, ആ കാര്യം അഗൈൻ പറഞ്ഞതാണ്. നോട്ട് 3, the aggregate turnover is different from the turnover in a state. The former is used for determining threshold limit registration and threshold limit for registration eligibility for combustion scheme. However, once a person is eligible for combustion levy, the amount payable under combustion levy would be calculated on the basis of turnover in the state. അത് അഗ്രിഗേറ്റ് ടേൺ ഓവറും ടേൺ ഓവർ തമ്മിൽ ഡിഫറൻറ്റ് പറഞ്ഞു. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ കാർഡിൽ മൊത്തം ടേൺ ഓവർ, അത് ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പാൻ കാർഡിൽ എൻ്റെ പാൻ കാർഡിൽ ഞാൻ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്ത്, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ എടുത്ത്, അപ്പോൾ ഒക്കെ എൻ്റെ പാൻ കാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. പാൻ കാർഡിലത്തെ മൊത്തം ടേൺ ഓവറിനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ടേൺ ഓവറിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലെ ടേൺ ഓവർ. അപ്പോൾ കോമ്പോഷൻ ഈസ് ഏതിൻ്റെ മുകളിൽ അപ്ലൈ ആവുന്നത്, ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൻ്റെ മുകളിലാണ് അപ്ലൈ ആവുന്നത്. ഓക്കെ, പക്ഷേ കോമ്പോഷൻ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് നോക്കുന്നത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ വെച്ചിട്ടാണ് നോക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞത്, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. For the purpose of computing aggregate turnover of a person for determining his eligibility to pay tax under this section, the expression aggregate turnover shall include the value of supplies made by such a person from 1st day of April of a financial year up to date when he becomes liable for registration under this act, but shall not include the value of exam supply services provided by extending deposits, loans or advances something. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുമ്പോൾ 1st ഏപ്രിൽ തൊട്ടുള്ള അവിടെ മുതലേ കൺസിഡർ ചെയ്യുക. 1st ഏപ്രിൽ തൊട്ട് ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞ്, നോട്ട് എ മച്ച് റെലവൻറ്റ് പോയിന്റ് അല്ല, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഫോർ ദി പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ടാക്സ് പേബിൾ ബൈ എ പേഴ്സൺ ആൻഡ് ദിസ് സെക്ഷൻ, അതിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ട് എക്സം സപ്ലൈയിൽ എടുക്കൂല, ഇത് ആ ഡെപ്പോസിറ്റ്സ് ഒക്കെ മേലെ പറഞ്ഞു തന്നെ, എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് എടുക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, much relevant point അല്ല. Then for the purpose of determining the tax payable by a person under this section, the expression turnover in a state or turnover in UT shall not include the value of following supplies. ഒന്ന്, supplies from 1st day of April of a financial year up to date when such become liable, exam supply of services by extending. എടാ, ഇപ്പോൾ നമ്മൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒക്കെ നോക്കൂലേ, അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒക്കെ നോക്കി ഞാൻ എന്ത് ചെയ്ത് ഓപ്റ്റ് ചെയ്തു, കോമ്പോഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മുതലാണ് ടാക്സ് അടക്കണ്ടേ, ഓപ്റ്റ് ചെയ്ത് അന്ന് മുതലാണ് ടാക്സ് അടക്കണ്ടേ, ആ ഫിനാൻഷ്യൽ ഇയർ മൊത്തം അടക്കണ്ടേ. സപ്പോസ് ഞാൻ ജൂലൈയിലാണ് എന്ത് ചെയ്ത് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്തത്, അപ്പം ആ ഏപ്രിൽ ടു ജൂൺ വരെയുള്ള അതിൻ്റെ കൂടി ടാക്സ് ഞാൻ അടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ജൂലൈ മുതൽ അടച്ചാൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്, സംഭവം ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഓഫ് ഫിനാൻഷ്യൽ അപ് ടു ഡേറ്റ് വെൻ സച്ച് ബിക്കംസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ഇല്ല, അതുവരെയുള്ള അതിൻ്റെ എടുക്കണ്ട, അത് ടേൺ ഓവറിൽ വരില്ല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടേൺ ഓവറിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ടാക്സ് അടക്കുക. അപ്പം എവിടെ നിന്നാണോ നമ്മൾ അപ്ലൈ ആയ മുതൽ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പറഞ്ഞു. ഇനി അതിലൊന്നും സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 1.5 കോടി ടേൺ ഓവർ ലിമിറ്റ്, പിന്നെ പെർസെൻറ്റേജിൻ്റെ കാര്യം, പിന്നെ സർവീസസിൻ്റെ കാര്യം എക്സ്ട്രാ പറഞ്ഞത്,
പിന്നെ ആ 75 lakh 1.5 കോടിക്ക് പകരം ആ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 8 എണ്ണത്തിന്, പിന്നെ എക്സ്റ്റെൻഡിങ് ഓഫ് ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ഈ പറഞ്ഞ എക്സം സപ്ലൈ അതിന്റെ വാല്യൂ കൂട്ടൂല, ഷാൽ നോട്ട് ബി ടേക്കൺ. പിന്നെ അത്രേ ഉള്ളൂ, ബാക്കി എക്സ്പ്ലനേഷൻസ് ആയിട്ട് പറഞ്ഞ കാര്യമായിരുന്നു. ഓക്കെ, അടുത്തതും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്, പേഴ്സൺ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോഷൻ സ്കീം. കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സെക്ഷൻ 10 സബ്സെക്ഷൻ 2 അവർ സ്പെസിഫിക്കലി പറയാണ് താഴെ പറയുന്ന ആൾക്കാർക്ക് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാണ്. അതിൽ ആരൊക്കെ പറയുന്നത്, അതിൽ പറയുന്നുണ്ട് ഒരു കാര്യം എന്ത്, സേവാസ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 1 ഈസ് നോട്ട് എൻഗേജ് ഇൻ ദ സപ്ലൈ ഓഫ് സർവീസസ്. എന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല, കോമ്പോഷൻ കിട്ടൂല എന്ന് പറഞ്ഞു. അതർ ദാൻ ഏത്, റെസ്റ്റോറന്റ് സർവീസസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റെസ്റ്റോറന്റ് സർവീസ് അല്ലാത്ത വേറെ ഏതെങ്കിലും സർവീസ് ആണെങ്കിൽ പറ്റൂല എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 തന്നെ അഡീഷണലി പഠിച്ച് എന്ത്, സർവീസസും കൂടി ചെയ്യാം ഒരു എക്സ്റ്റെൻഡ് വരെ. എക്സ്റ്റെൻഡ് അവിടെ അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് അപ്പൊ സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരെ എലിജിബിൾ അല്ല. ഓക്കെ, അതിൽ എക്സെപ്ഷൻ പറഞ്ഞ് 10% or 5 lakh വിച്ച് ഈസ് ഹയർ. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് ഈസ് നോട്ട് എൻഗേജ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വിച്ച് ആർ നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ GST. GST ഇല്ലാത്ത ഐറ്റംസുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കുന്ന ആളാവാൻ പാടില്ല. GST ഉള്ള ഐറ്റംസ് മാത്രം വിൽക്കുന്ന ആളായിരിക്കാം. പക്ഷേ നോട്ട് ലെവിയബിൾ ടു ടാക്സ് എന്ന് പറയുന്നത്, ലെവിയബിൾ അല്ലാത്ത ഐറ്റംസ് വിൽക്കുന്ന ആളാവാൻ പാടില്ല. പിന്നെ ഈസ് നോട്ട് എൻഗേജ് ഇൻ മേക്കിംഗ് എനി ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എടാ, ഈ ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽ. പക്ഷേ ഞാൻ കോമ്പോഷൻ എടുത്ത ആളാണെങ്കിൽ എനിക്ക് തമിഴ്നാട്ടിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റൂല എന്ന്. ഞാൻ കേരളത്തിൽ കോമ്പോഷൻ എടുക്കണമെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, തമിഴ്നാട്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റൂല എന്ന്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ പറ്റും, തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റുമോ? അത് പറ്റും, അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെ ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് വെട്ടി. ഗുഡ്സ് ഉണ്ടായിരുന്നു, ഗുഡ്സ് വെട്ടി, അതിനർത്ഥം ഗുഡ്സ് പറ്റും ഇപ്പോൾ. ഓക്കെ, സർവീസസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ത്രൂ ആൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഹു ഇസ് റിക്വയർഡ് ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ആമസോണിൽ കൂടെ സെയിൽ ചെയ്യുന്ന ആളാവാൻ പാടില്ല ഞാൻ. അതെന്ത്, ഗുഡ്സ് അല്ല കേട്ടോ, സർവീസ്. ഇപ്പൊ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആയിരുന്നു അത്. ലേറ്റസ്റ്റ് വന്ന കഴിഞ്ഞ ജൂൺ അറ്റംപ്റ്റ് വന്ന അമെന്റ്മെന്റ് ആയിരുന്നു, ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗുഡ്സ് കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഗുഡ്സ് ഇ കൊമേഴ്സിലൂടെ വിൽക്കാം, കുഴപ്പമില്ല. സർവീസ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് പറയാനുണ്ട്, പിന്നീട് പറയും. Then he is not a manufacturer of such goods as may be notified by the manufacturer. Not a manufacturer. താഴെ പറയുന്ന ഐറ്റംസിന്റെ മാനുഫാക്ചർ ആവാൻ പാടില്ല. അങ്ങനെ ട്രേഡർ ആണെങ്കിലോ പ്രശ്നമില്ല. സോ ഇഫ് ഈസ് എ ട്രേഡർ, നോ ഇഷ്യൂസ്, ക്യാൻ ഓപ്റ്റ് കോമ്പോഷൻ. താഴെ പറയുന്ന ഐറ്റംസിന്റെ ട്രേഡർ ആണെങ്കിൽ കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാം, മാനുഫാക്ചർ ആണെങ്കിൽ കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലുണ്ടായിരിക്കണേ. അപ്പോൾ നോട്ടിഫൈഡ് ഗുഡ്സ് ഏതൊക്കെയാണ്, ഐസ്ക്രീം അല്ലെങ്കിൽ അതർ എഡിബിൾ ഐസ്, വെദർ ഓർ നോട്ട് കണ്ടെയ്നിങ് കൊക്കോ, അറേറ്റഡ് വാട്ടർ, പാൻ മസാല, ടൊബാക്കോ ആൻഡ് മാനുഫാക്ചർ ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഫ്ലൈ ആഷ് ബ്രിക്സ്, ഫ്ലൈ ആഷ് അഗ്രിഗേറ്റ്, ഫ്ലൈ ആഷ് ബ്ലോക്സ്. ഫ്ലൈ 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 മൂന്ന് ഫ്ലൈ ആഷ് ബ്രിക്സ്, ഫ്ലൈ ആഷ് അഗ്രിഗേറ്റ്, ഫ്ലൈ ആഷ് ബ്ലോക്സ്. ഇതിന് എന്താ സാധനം എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ബ്രിക്സ് ഓഫ് ഫോസിൽ മീൽസ് ഓർ അതർ സിമിലർ സിലിക്കേസ് എർത്ത്സ്, ബിൽഡിംഗ് ബ്രിക്സ്, എർത്തേൺ ഓർ റൂഫിംഗ് ടൈൽസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ്. ഇതിന്റെ മാനുഫാക്ചർ ആവാൻ പാടില്ല, ട്രേഡർ ആണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഹീസ് നെയ്തർ എ കാഷ്വൽ ടാക്സൽ പേഴ്സൺ നോർ എ നോൺ റെസിഡന്റ് ടാക്സൽ പേഴ്സൺ. CTP ആവാൻ പാടില്ല, NRTP ആവാൻ പാടില്ല. കാഷ്വൽ ടാക്സൽ പേഴ്സണോ നോൺ റെസിഡന്റ് ടാക്സൽ പേഴ്സണോ എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ. വേർ മോർ ദാൻ 1 രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിംഗ്, ദിസ് ഈസ് വെരി ക്രൂഷ്യൽ, വെരി 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 ക്രൂഷ്യൽ, പച്ചലിടാം, വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലൈനാണിത്. അയ്യോ, ആകെ കൊള്ളായി. ഒരു മിനിറ്റ്. ഓക്കെ, ദിസ് പോയിന്റ് വെരി ക്രൂഷ്യൽ പോയിന്റ് ആണ്, നമുക്ക് മൊത്തം മാർക്ക് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഞാൻ പറയാം. ഓക്കെ, മൊത്തം കളർ അടിച്ച്. ഓക്കെ, വേർ മോർ ദാൻ 1 രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിംഗ് ദി സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ കോമ്പോഷൻ സ്കീം അൺലെസ് ഓൾ സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺ ഓപ്റ്റ് ടു പേ ടാക്സ് അണ്ടർ ദാറ്റ് സബ്സെക്ഷൻ. എടാ, എനിക്ക് ഒന്നോ അതിലധികമോ രജിസ്ട്രേഷൻസ് ഉണ്ടെന്ന് നോട്ടിക്കോ. 2 രജിസ്ട്രേഷൻ ആണ്, GST രജിസ്ട്രേഷൻ. എനിക്ക് ഒന്ന് കോമ്പോഷനും ഒന്ന് റെഗുലറിലും. അങ്ങനെ പറ്റൂല. 2 കോമ്പോഷൻ അല്ലെങ്കിൽ 2 റെഗുലർ. അപ്പൊ എനിക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ടെന്ന് നോട്ടിക്കോ, കോഴിക്കോട്. എനിക്കൊരു മൊബൈൽ ആക്സസറി ബിസിനസ് ഉണ്ടെന്ന് കൂട്ടിക്കോ, നമ്മുടെ ട്രിവാൻഡ്രം. അപ്പം എനിക്ക് മൊബൈൽ ആക്സസറി ബിസിനസ് ഒക്കെ എൻ്റെ പാൻ കാർഡ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്, എൻ്റെ പാൻ കാർഡിലാണ് മൊത്തം GST. അപ്പം മൊബൈൽ ബിസിനസ് എനിക്ക് കോമ്പോഷനിലും, ടെക്സ്റ്റൈൽ ബിസിനസ് എനിക്ക് ഈ പറഞ്ഞ റെഗുലർ സ്കീമിലും പറ്റൂല. കാരണം ഒരു പാൻ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാൻ കാർഡിൽ എല്ലാതും കോമ്പോഷൻ സ്കീം ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം ഒരു പാൻ കാർഡിൽ അണ്ടറിൽ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എല്ലാതും കോമ്പോഷൻ എന്തായിരിക്കണം, സ്കീം ആയിരിക്കണം.
മിക്സ് ചെയ്തിട്ട് പറ്റില്ല. ഓക്കെ, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ കോമ്പോസിഷൻ സ്കീം ഓൺ ഇന്റർ സ്റ്റേറ്റ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് മീൻസ് എടാ ഇന്റർ സ്റ്റേറ്റ് സെയിൽ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസിൽ തെറ്റൊന്നുമില്ല എന്ന്. ഓക്കെ, സോ ദിസ് പോയിന്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഇത് എല്ലതും ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 2. നെക്സ്റ്റ്, സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ എക്കോസ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ ദം ബൈ കോമ്പോഷൻ ടാക്സ് പേയേഴ്സ്. ഞാൻ പറഞ്ഞ് ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, കോമ്പോഷൻ ടാക്സ് പെയർ ആണെങ്കിലും ഗുഡ്സ് അതിലൂടെ വിൽക്കുന്നതിൽ തെറ്റില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സർവീസ് ആണെങ്കിലാണ് പ്രശ്നം റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ സ്പെഷ്യൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഫോളോ ചെയ്യണം. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നുള്ള അവരില്ലേ, അവർ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇപ്പം ഞാൻ കോമ്പോഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്താൽ, എനിക്ക് ഗുഡ്സ് ആണ്, എനിക്ക് ഗുഡ്സ് വിൽക്കണം ഈ ഫ്ലിപ്കാർട്ട് കൂടെ, പറ്റും. അപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണും ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. നോട്ട് മച്ച് റെലവെന്റ് അല്ല, പക്ഷേ ലേറ്റസ്റ്റ് ഒന്ന് അമെൻമെന്റ് ആണ്. ഏർലിയർ കോമ്പോഷൻ സപ്ലൈസ് വെർ നോട്ട് പെർമിറ്റഡ് ടു മേക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ത്രൂ എനി പണ്ട് പറ്റിയിരുന്നില്ല. Now the Finance Act amended Section 10 with effect from 1/10/2023 to permit the combustion suppliers to make supply of goods through such ECOs. Supply of services by combustion suppliers through ECO is still not permitted. നമ്മൾ മേലെ പറഞ്ഞ സെയിം പോയിന്റ് റിപ്പീറ്റ് അടിച്ച് പറയുന്നു. ഫർദർ വിത്ത് എഫക്ട് ഫ്രം 1/10 സ്പെഷ്യൽ പ്രൊസീജിയർ ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ അണ്ടർ സെക്ഷൻ 148 ടു ബി ഫോളോഡ് ബൈ ഇക്കോ. ഇക്കോ ആണ് ഫോളോ ചെയ്യേണ്ടത് ത്രൂ ദി കോമ്പോഷൻ സപ്ലയർ സപ്ലൈസ് നോട്ടിഫിക്കേഷൻ ബ്ലാ ബ്ലാ ബ്ലാ. എന്തൊക്കെയാണ് ആ പ്രൊസീജിയേഴ്സ്? ഇത് മൂന്നും മതി നമുക്ക്. എന്തൊക്കെയാണ്? ദ ഇക്കോ ഷാൾ നോട്ട് അലോ എനി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ത്രൂ ഇറ്റ്. എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലിപ്കാർട്ട്, ആമസോണിൽ കൂടെ ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നെ എന്തിനു സമ്മതിക്കൂല? എന്നെ റെസ്ട്രിക്ട് ചെയ്യും. എന്തിന്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സിന് റെസ്ട്രിക്ട് ചെയ്യും. എടാ, ലോജിക്കലി എന്തുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിലൂടെ ആമസോണിലൂടെ വിൽക്കാൻ സമ്മതിക്കാത്തതിന്റെ റീസൺ എന്തായിരിക്കും? മുമ്പ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു, അതിന്റെ റീസൺ എന്തായിരിക്കും? എടാ, ഫ്ലിപ്കാർട്ട്, ആമസോണിലൂടെ നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്നത് നമ്മളെ സ്റ്റേറ്റിലെ ആൾ തന്നെ ആവണമെന്നില്ല. അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ അവിടെ നടക്കും. അതുകൊണ്ടായിരുന്നു അത് റെസ്ട്രിക്ട് ചെയ്തിരുന്നത്. ഇപ്പൊ റെസ്ട്രിക്ഷൻ ഒഴിവാക്കിയിട്ട് എന്ത് പറഞ്ഞ്, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കൂടെ ആമസോണിൽ കൂടെ സാധനം വിറ്റോ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് പുറത്തോട്ട് സെയിൽ ചെയ്യാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ കോമ്പോഷൻ ഓപ്റ്റ് ചെയ്ത ആൾക്ക് കേരളത്തിൽ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി തന്നെ എന്ത് ചെയ്യാം, രജിസ്റ്റർ സാധനം സെയിൽ ചെയ്യാന്ന്. പണ്ട് അതും പറ്റൂലായിരുന്നു. അപ്പം ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മളെ റെസ്ട്രിക്ട് അലോ ചെയ്യൂല ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ. ഇ-കൊമേഴ്സ് ഷാൾ കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52 ഇൻ റെസ്പെക്ട് ഓഫ് സെഡ് പേഴ്സൺ. നമ്മളെ TCS ഇല്ലേ, നമ്മൾ പഠിക്കും പിന്നീട്. TCS കളക്ട് ചെയ്യും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഷാൾ ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈ ഗുഡ്സ് മെയ്ഡ് ത്രൂ ഇറ്റ് അണ്ടർ GST റേറ്റ്. അപ്പോൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ അയാളുടെ റിട്ടേൺ ഫയലും ചെയ്യണം. അത് അവർ ചെയ്യേണ്ട പ്രൊസീജിയർ. അപ്പോൾ അതിൽ മെയിൻ പ്രൊസീജിയർ ഇത് രണ്ടും എന്തായാലും ചെയ്തേ പറ്റൂ. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്തിരിക്കണം. ഓക്കെ, പുതിയ വന്ന പോയിന്റ് ആയിരുന്നു. ഓക്കെ, ഞാൻ അടുത്ത സെക്ഷൻ 10 2A പറയുന്നതിന് മുന്നേ ഒരു അഡീഷണലി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ 2A പറയാം. കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഫോർ കോമ്പോഷൻ ലെവി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം. ഓക്കെ, ഇത് റൂളാണ്. മറ്റൊക്കെ സെക്ഷൻ ആയിരുന്നു, ഇത് റൂളാണ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻ? കുറെ കോമൺ ആയിട്ടുള്ള അവിടെ പറഞ്ഞ പോയിന്റ്സ് കുറെയൊക്കെ ഇവിടെ കയറി വരും. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കൂടി കിട്ടും. പേഴ്സൺ ഓപ്റ്റിംഗ് ഫോർ കോമ്പോഷൻ ലെവി ഹാസ് ടു കംപ്ലൈ വിത്ത് ഫോളോയിങ് കണ്ടീഷൻ. ഒന്ന്, കാഷ്വൽ ടാക്സൽ പേഴ്സൺ NRTP ആകാൻ പാടില്ല, നമ്മൾ ഓൾറെഡി മേലെ പറഞ്ഞു. ഗുഡ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ബൈ ഹിം ആർ നോട്ട് ബി പർച്ചേസ് ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് സപ്ലയർ വേർ പർച്ചേസ് he pay ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് അണ്ടർ സെക്ഷൻ 9. നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് അൺരജിസ്റ്റേർഡ് പർച്ചേസറുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പർച്ചേസ് ചെയ്തതിന് തന്നെ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 5 റിവേഴ്സ് ചാർജ് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊന്നും നടപ്പിലാവുന്ന കേസ് അല്ല. അപ്പോൾ പറഞ്ഞു എന്നുള്ളൂ, ആസ് പെർ റൂൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഓക്കെ, അത് വിടും. he shall pay tax under section 93 or 94 on inward supply of goods or services. That means reverse charge will be അവർക്ക് applicable ആയിരിക്കും still. He was not engaged in the manufacture of goods as notified under section 10 2E. മേലെ പറഞ്ഞ നമ്മൾ മാനുഫാക്ചർ ഓഫ് certain goods ഇല്ല, റേറ്റഡ് വാട്ടർ, അഡിബിളൈസ്, അങ്ങനത്തെ പാടില്ല. അതുപോലെ തന്നെ he shall mention, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. he shall mention, എന്ത് മെൻഷൻ ചെയ്യണം? he shall mention the words combustion taxable person not eligible to collect tax on supplies at the top of the bill of supply. ഇവർ ഇഷ്യൂ ചെയ്യുന്ന സാധനത്തിന്റെ പേരെന്താ? ബിൽ ഓഫ് സപ്ലൈ ആണ്. എന്താണ്? ടാക്സ് ഇൻവോയ്സ് അല്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരെന്താ ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞില്ല അല്ലേ? ഓക്കെ, ബിൽ ഓഫ് സപ്ലൈ ആണ് ഇവർ ഇഷ്യൂ ചെയ്യുക. ബിൽ ഓഫ് സപ്ലൈ. ഇവർ ടാക്സ് ഇൻവോയ്സ് എന്ത് ചെയ്യില്ല, കൊടുക്കൂല, ബിൽ ഓഫ് സപ്ലൈ ആണ് കൊടുക്കുക. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടി ഈ കണ്ടീഷൻ റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതെവിടെ ഓക്കെ. ഓക്കെ, അഡീഷണലി 2 പോയിന്റ് ഞാൻ പറയാം. അത് തിങ്ക് ഐ മിസ്ഡ് ഇറ്റ് ഇൻ ദിസ്. ഇതിലെവിടെയോ പറയുന്നത്.
ഓക്കെ, ഞാനിവിടെ സൈഡിൽ എഴുതാം. ഒരു പോയിന്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോഷൻ ഓപ്റ്റ് ചെയ്ത ആള് ഷാൾ നോട്ട് കളക്ട് ടാക്സ് ഫ്രം ദി, ഇവരോട് പേ ചെയ്യാനല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാൾ നോട്ട് കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ. കസ്റ്റമറേക്ക് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഇത് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് വരുന്നത് ഇതുപോലെ തന്നെ ഇവര് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലേ, അത് ഇവർക്ക് എലിജിബിൾ അല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൾ നോട്ട് ബി അവൈൽഡ്. ITC ഷാൾ നോട്ട് ബി അവൈൽഡ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവര് കസ്റ്റമർ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവൈൽ ചെയ്യാനും പറ്റില്ല. ഇവർ കഴിക്കുന്നിടത്തുനിന്നാണ് ടാക്സ് അടക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ടാക്സ് അടക്കണം, ടാക്സ് ഒക്കെ പേ ചെയ്യണം, ഡയറക്ട്ലി പേ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ പെർസെൻറ്റേജ് അനുസരിച്ച് പേ ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ഞാൻ എവിടെയോ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല എവിടെ പറഞ്ഞത്. എവിടെ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ട്, സോറി, ഞാൻ പറഞ്ഞു. A taxable person opted for composition scheme shall not collect any tax from the recipient on supplies made by him, shall be entitled to nor shall be entitled to credit any input tax credit. ഒറ്റ പോയിന്റ് ഇവിടെ പറഞ്ഞു. അയാൾ കോമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ കസ്റ്റമർക്ക് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, ക്രെഡിറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇനി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് അടുത്തത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 2A. ഈ ഗുഡ്സുകാർക്ക് മാത്രമേ അപ്പോൾ കോമ്പോസിഷൻ പറ്റുള്ളൂ? ഇല്ല, സപ്ലൈ സർവീസ് ആ പോർഷൻ വരെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പ്യുവർലി സർവീസ് ആണെങ്കിലും, പ്യുവർലി സർവീസ് മൊബൈൽ സർവീസ് ചെയ്യുന്ന സെന്റർ, ആക്സസറീസ് വിൽപ്പന ഒന്നുമില്ല, സർവീസ് സെന്റർ. അപ്പോൾ ഞങ്ങൾക്ക് കോമ്പോസിഷൻ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഓക്കെ, നിങ്ങൾക്കും കോമ്പോസിഷൻ തരാം. അപ്പോൾ സർവീസ് ആയിരിക്കും, പ്യുവർലി സർവീസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കോമ്പോസിഷൻ സ്കീമിന്റെ സെക്ഷനാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 2A. സെയിം സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത്. ഇവർക്കുള്ള ചെറിയ ചെറിയ കണ്ടീഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഒന്ന്, നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് എനിത്തിങ് കണ്ടെയ്ൻഡ് ടു കോൺട്രാക്ട് ദിസ് ബട്ട് സബ്ജക്ട് ടു സെക്ഷൻ 9(3) and 9(4). ദാറ്റ് മീൻസ് നമ്മൾ റിവേഴ്സ് ചാർജ് സ്റ്റിൽ വിൽ ബി അപ്ലിക്കബിൾ. Then a registered person not eligible to pay tax under section 10(1), 10(2). 10(1)ഉം 10(2)ഉം ഇവർക്ക് അപ്ലിക്കബിൾ അല്ല. 10(1) എന്തായിരുന്നു നമ്മളെ കോമ്പോസിഷൻ സ്കീം, 10(2) എന്തായിരുന്നു നമ്മളെ റെസ്ട്രിക്ഷൻസ് ഇല്ലേ, നമ്മളെ എലിജിബിൾ അല്ലാത്ത ആൾക്കാർ. അപ്പം നോർമൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. ഹൂസ് അഗ്രിഗേറ്റ് ആണ് അവർ, അഗ്രിഗേറ്റ് ആണ് അവരുടെ ലിമിറ്റ് പറയുകയാണെങ്കിൽ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ഡിഡ് നോട്ട് എക്സീഡ് 50 lakhs, 50 ലക്ഷത്തിന്റെ താഴെയാണ് അഗ്രിഗേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ 1.5 കോടി ആയിരുന്നു, ഇവിടെ 50 ലക്ഷമായി. മേ ഓപ്റ്റ് ആണ്, മേ ഓപ്റ്റ് പേ ഇൻ lieu of tax payable by him under section 9 subsection 1 an amount of tax calculated as may prescribe but not exceeding എത്രയാടാ ടാക്സ് എത്രയാടാ 3% of the turnover in the state. ടാക്സബിൾ എന്നല്ല പറയുന്നത്, ടേൺ ഓവർ ഇൻ ദി സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് 3% എന്ന് പറയുമ്പോൾ 3% CGST-യും 3% SGST-യും അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ 6%. 50 ലക്ഷം 3%. അതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയയിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദെൻ ബാക്കി കണ്ടീഷൻസ് സെയിം, പ്യുവർലി മേലെ പഠിച്ച അതേ സാധനങ്ങൾ. ഈ ഗുഡ്സ് ഇതിലില്ലാത്ത സാധനങ്ങൾ വിൽക്കാം, GST ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ പാടില്ല, ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ പറ്റൂല, ഇ-കൊമേഴ്സ് ഓപ്പറിലൂടെ എന്ത് പറ്റില്ല, സർവീസസ് പറ്റൂല, പിന്നെ ഗുഡ്സ് ആണെങ്കിൽ പറ്റും. സർവീസസിന്റെ പോയിന്റ് ഉള്ളത് മാനുഫാക്ചർ ഓഫ് എന്താ പറയുക നോട്ടിഫൈഡ് ഗുഡ്സ് ആവാൻ പാടില്ല, ദെൻ കാഷ്വൽ ടാക്സ് പേഴ്സൺ NRTP ആവാൻ പാടില്ല ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ മറ്റേ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അനുസരിച്ച് ഒരു രജിസ്ട്രേഷൻ എടുത്തേക്കണമെങ്കിൽ എല്ലാം കോമ്പോസിഷനിലായിരിക്കണം, ഒന്ന് കോമ്പോസിഷൻ ഒന്ന് റെഗുലറും പറ്റൂല എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ പിന്നെ അതർ നോട്ടിൽ ഒരു പോയിന്റ് പറഞ്ഞത് കോമ്പോസിഷൻ സ്കീം ഷാൽ ലാപ്സ് വിത്ത് എഫക്ട് ഫ്രം ദി ഡേ ഓൺ വിച്ച് ഹിസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ദ ലിമിറ്റ്. നമ്മളെ ഈ 1.5 കോടി ടേൺ ഓവർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്താവും, നമ്മളെ ലാപ്സ് ആവും, കോമ്പോസിഷൻ ലാപ്സ് ആവും. 50 ലക്ഷം ക്രോസ് ചെയ്ത് അപ്പം തന്നെ ആ കോമ്പോസിഷൻ ലാപ്സ് ആവും. അതാണ് പറഞ്ഞത്. ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ്, ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്, ജസ്റ്റ് റീഡ് ആൻഡ് വിടുക. ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എ ടാക്സബിൾ പേഴ്സൺ ഹാസ് പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ഡിസ്പൈറ്റ് നോട്ട് എലിജിബിൾ അല്ലാഞ്ഞിട്ടും ഞാൻ കോമ്പോസിഷൻ എലിജിബിൾ അല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്ത് മനഃപൂർവ്വം കോമ്പോസിഷൻ എടുത്ത്. ഓക്കെ, എലിജിബിൾ അല്ല എന്നിട്ടും ഞാൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തു. And such a person shall, in addition to any tax that may be payable by him under any other provision of this act, be liable to a penalty in provision of section 73 or 74, shall be mutatis apply for determination of tax. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, കോമ്പോസിഷന് എലിജിബിൾ അല്ല, എടുക്കാൻ പാടില്ലാത്ത ആളാണ്. ഞാൻ കോമ്പോസിഷൻ എടുത്ത് അതിനാണ് ടാക്സ് അടിച്ചു പോരുന്നത്. അപ്പോൾ ഞാൻ എടുക്കാൻ പാടില്ലാത്തൊരു സാധനം തെറ്റ് ചെയ്തു, ഫ്രോഡ് ചെയ്തു. അപ്പോൾ എനിക്ക് സെക്ഷൻ 73-യും 74 ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, പെനാൽറ്റിയുടെ പ്രൊവിഷനും ഓഫൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പെനാൽറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ കൂടി അടിച്ച് ലേറ്റും ഒക്കെ കൂടി അടിച്ചാണ് തരും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നോട്ട് മച്ച് റെലവൻറ്റ് പോയിന്റ്. പിന്നെ റേറ്റ് ഓഫ് കോമ്പോസിഷൻ ലെവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലെ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി.
മൊത്തം റേറ്റ് റൂൾ 7 പറയുന്നുണ്ട് മൊത്തം റേറ്റ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര 0.5% ആണ് ഇൻ കേസ് ഓഫ് മാനുഫാക്ചറർ. ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ 2.5%. അതുപോലെ തന്നെ നമ്മുടെ അതർ കാറ്റഗറി ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 0.5% ഓഫ് ടാക്സബിൾ സപ്ലൈ. മാർക്കെടുത്തിട്ടോ ടാക്സബിൾ സപ്ലൈ. സെക്ഷൻ 10(2)A അനുസരിച്ചിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ സർവീസസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 3% ഓഫ് ദി ടേൺ ഓവർ. ഓക്കെ, ഇപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളാണ് കോമ്പോസിഷൻ സ്കീമിലെ പ്രോബ്ലം ടൈപ്പിൽ വരുന്ന ഏറ്റവും മെയിൻ ഏരിയാസ്. ഇനി പഠിക്കാൻ പോകുന്നത് ഫുള്ള് പക്കാ തിയറിയാണ്. പക്കാ തിയറി. ഇത് പഠിച്ച തിയറി തന്നെയാണ്, പക്ഷേ പ്രോബ്ലം ഏരിയക്ക് വേണ്ട കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഫുള്ള് മനസ്സിൽ നിൽക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, സംഭവം ഫുള്ള് സെറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം പഠിച്ച കാര്യം സെക്ഷൻ 10 ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1. സെക്ഷൻ 10ലാണ് കോമ്പോസിഷൻ പറയുന്നത്. ആദ്യം സെക്ഷൻ 10 സബ്സെക്ഷൻ 1 എന്താ പഠിച്ചത്? 1.5 കോടി താഴെയുള്ളവർക്ക് മാത്രമേ ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ടാക്സ് അടക്കാം. മാനുഫാക്ചർ ആണെങ്കിൽ 0.5%, റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിൽ 2.5%, ടാക്സബിൾ സപ്ലൈ അതർ ട്രേഡേഴ്സ് ആണെങ്കിൽ 0.5% ഓഫ് ടാക്സബിൾ സപ്ലൈ ടേൺ ഓവർ ഓഫ് ടാക്സബിൾ ടേൺ ഓവർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് സർവീസ് കൂടി ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര വരെ ചെയ്യാം? സെക്ഷൻ 10 സബ്സെക്ഷൻ 1 സർവീസ് കൂടി ചെയ്യാൻ പറ്റും. എത്ര വരെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഓഫ് ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിന്റെ 10% ടേൺ ഓവറിന്റെ 10%, അല്ലെങ്കിൽ 5 lakhs വിച്ച് ഹയർ വരെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ സെക്ഷൻ 10 സബ്സെക്ഷൻ 2. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ ഡെപ്പോസിറ്റ് എക്സ്റ്റെൻഡിങ് ഓഫ് ലോൺസ് ഡെപ്പോസിറ്റ് ഒന്നും നമ്മളെ ടേൺ ഓവർ കണക്കാക്കുമ്പോൾ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആർക്കൊക്കെ ഇത് കിട്ടൂല എന്നുള്ള കേസാണ് അടുത്ത് പഠിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരു സാധനം പറഞ്ഞു, നമ്മളെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 1.5 കോടിക്ക് പകരം 75 lakh ആയിരിക്കും. ആ സ്പെഷ്യൽ കാറ്റഗറി 8 സ്റ്റേറ്റ് ഉണ്ട്, 8 സ്റ്റേറ്റ് കാണാതെ പഠിച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 പേഴ്സൺ നോട്ട് എലിജിബിൾ ഫോർ ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീംസ്. കോമ്പോസിഷൻ എലിജിബിൾ അല്ലാത്ത ആൾക്ക് ഒന്ന് സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾ, അതാണ് റെസ്റ്റോറൻറ്റ് സർവീസസ്. ദെൻ GST ഇല്ലാത്ത ഐറ്റംസ് വിച്ച് ആർ നോട്ട് ലെവിബിൾ ടു ടാക്സ്. ഈ ആക്ട് അനുസരിച്ച് ടാക്സ് ഇല്ലാത്ത ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാർക്ക് പറ്റൂല, കോമ്പോ ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് ആണോ ഇൻവേർഡ് ആണോ? ഔട്ട്വേർഡ് സപ്ലൈ. ഇൻവേർഡ് ചെയ്യുന്നതിൽ പറ്റുന്ന പ്രശ്നമൊന്നുമില്ല. ഇന്റർസ്റ്റേറ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റർസ്റ്റേറ്റ് സെയിൽ നടത്താൻ പറ്റൂല. ദെൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ സർവീസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ളവർക്കൊന്നും കോമ്പോ ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. ഗുഡ്സ് ആണെങ്കിൽ പറ്റും എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുഡ്സ് ആണ് പറ്റും എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ എന്ത്? ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ഫോളോ ചെയ്യണം? ഇവരെ റെസ്ട്രിക്ട് ചെയ്യണം. എന്തിന്? ഇന്റർസ്റ്റേറ്റ് നടത്താതിരിക്കാൻ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ മാനുഫാക്ചർ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ്. ഏതൊക്കെയാണ് സ്പെസിഫൈഡ് ഗുഡ്സ്? അരേറ്റഡ് വാട്ടർ, ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾ ഐസ്, പാൻ മസാല, പാക്കാൻ മാനുഫാക്ചർ ടൊബാക്കോ പ്രൊഡക്ട്സ്, ഫ്ലൈ ആഷ് ബ്രിക്സ്, ഫ്ലൈ ആഷ് അഗ്രിഗേറ്റ്, ഫ്ലൈ ആഷ് ബ്ലോക്സ്. അതേപോലെ ബ്രിക്സ് ഓഫ് ഫോസിൽ മീസ് ഓർ സിമിലർ സിലിക്കേഷ്യസ്, ബിൽഡിംഗ് ബ്രിക്സ് ആൻഡ് എർത്തൺ ഓർ റൂഫിംഗ് ടൈൽസ്. ഇത്രയും ഐറ്റംസ് മാനുഫാക്ചർ ആണ് ട്രേഡർക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും പറയുന്നത് ട്രേഡർക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം, മാനുഫാക്ചർക്കാണ് പ്രശ്നം. അപ്പോൾ അതും പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നമ്മളെ NRTP അല്ലെങ്കിൽ GTP ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ മോർ ദാൻ 1 രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കോമ്പോസിഷൻ, അല്ലെങ്കിൽ എല്ലാവരും റെഗുലർ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈക്ക് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ദെൻ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ കേസിൽ അടുത്തത് പറഞ്ഞ കേസാണ് അതെന്ത്? അവർ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ പറഞ്ഞ കോമ്പോസിഷൻ ഉള്ള ഒരാളെ രജിസ്റ്റർ ചെയ്യാണെങ്കിൽ അത് എന്ത് ഫോളോ ചെയ്യണം? ഇന്റർസ്റ്റേറ്റ് അയാളെ തടയണം, ആൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്മളെ കണ്ടീഷൻസ് ആയിരുന്നു. കണ്ടീഷൻസിൽ ഒന്ന് പറഞ്ഞത് മേലെ പറഞ്ഞതിൽ സിമിലർ പോയിന്റ്സ് ആണ്. NRCTP NRTP അതേപോലെ തന്നെ അൺരജിസ്റ്റേർഡ് പേഴ്സണിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് വാങ്ങാൻ പാടില്ല, വാങ്ങണമെങ്കിൽ തന്നെ റിവേഴ്സ് രേറ്റിൽ അടക്കണം എന്ന് പറഞ്ഞ്. ദെൻ നോർമൽ റിവേഴ്സ് ചാർജ് ഇവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. മാനുഫാക്ചർ ഗുഡ്സ് ആണ് ഈ പറഞ്ഞ സ്പെസിഫൈഡ് ഗുഡ്സ് പാടില്ല. ദെൻ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് ബിൽ ഓഫ് സപ്ലൈയിൽ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ഇൻവോയ്സ് ഒരു ഇഷ്യൂ ഇല്ല, കാരണം ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ലല്ലോ. മേലെ നമ്മൾ പറഞ്ഞു ടാക്സബിൾ പേഴ്സൺ ഓപ്റ്റഡ് ഫോർ കോമ്പോസിഷൻ ഷാൽ നോട്ട് കളക്ട് എനി ടാക്സ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സിനും എലിജിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇഷ്യൂ ചെയ്യുന്ന ബില്ലിന്റെ പേരാണ് ബിൽ ഓഫ് സപ്ലൈ. അതിൽ പറഞ്ഞിരിക്കണം എന്ത്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അതിന്റെ കൂട്ടത്തിൽ പഠിച്ച് ഈ പറഞ്ഞ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിന്റെ മിഡോ എവിടെയെങ്കിലും വെച്ചിട്ട് എവിടെയാണോ ഫിനാൻഷ്യൽ ഇയറിന് ടേൺ ഓവർ എക്സീഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അവർ ലാപ്സ് ആവും. ഈ പറഞ്ഞ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലാപ്സ് ആവും. പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ല, കോമ്പോസിഷൻ എടുക്കാൻ പാടില്ല. കോമ്പോസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 73 74 അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയുള്ള സംഭവം കോമ്പോസിഷൻ സ്കീം യഥാർത്ഥത്തിൽ ഇത്ര ഉള്ളൂ. ബാക്കി എന്താ ഉണ്ടോ? ബാക്കിയുണ്ട്. ബാക്കി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രൊസീജിയറൽ ആസ്പെക്റ്റാണ് പറയുന്നത്. കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന് ഇന്റിമേഷൻ ഓഫ് ഓപ്റ്റിംഗ് ഫോർ കോമ്പോസിഷൻ ലെവി. ഇതൊക്കെ തിയറി നമ്മളെ MCQ പെർസ്പെക്റ്റീവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ.
അപ്പോൾ intimation by person applying for registration. Any person who is not registered and applies for registration may give an option to pay tax under commercial levy in part B of the registration GST RAG 01. The same shall be considered as an intimation to pay tax under commercial levy. Such intimation shall be considered only after the grant of registration to the applicant, and his option to pay tax under commercial levy shall be affixed from the rate of registration. സിമ്പിൾ പോയിന്റ്. എന്താ വെച്ചാൽ ഞാൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ, പുതിയതായിട്ട് GST എടുക്കാൻ പോകണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ GST രജിസ്ട്രേഷൻ ഫോമിൽ തന്നെ കോമ്പോഷൻ സ്കീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നിങ്ങൾക്ക് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്നാണ് രജിസ്ട്രേഷൻ കിട്ടുന്നത് അവിടെ മുതൽ അത് കോമ്പോഷൻ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ത് പോയിന്റ് അത്. Then intimation by registered person. Registered who opts to pay tax under commercial fee shall electronically file an intimation prescribed from common portal prior to commencement of the financial year of the said option X. Intimation respect of any place of business shall be deemed to be an intimation all other place of business. എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ രജിസ്റ്റേർഡ് പേഴ്സണാണ്. അപ്പം ഞാൻ പുതിയ ആളല്ല, രജിസ്റ്റേർഡ് പേഴ്സൺ റെഗുലറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് കോമ്പോഷനിക്ക് മാറണം. അപ്പം മിഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ വെച്ചൊന്നും മാറാൻ പറ്റില്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പം അടുത്ത ഫിനാൻഷ്യൽ ഇയർ കമൻസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം കോമ്പോഷൻ ആണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ പറയുകയാണെങ്കിൽ ഇനി മുതൽ വേണം, പറ്റൂല. ഫിനാൻഷ്യൽ ഇയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് മാറാൻ പറ്റുള്ളൂ. മിഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ മാറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് അപ്ലിക്കേഷൻ കൊടുത്താൽ മതി, മാറാൻ പറ്റും. ദെൻ വാലിഡിറ്റി ഓഫ് കോമ്പോഷൻ ലെവി. ഇതുവരെയാണ് കോമ്പോഷൻ ലെവി വാലിഡിറ്റി. ദ ഓപ്ഷൻ എക്സൈസ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ടു പേ എമൗണ്ട് അണ്ടർ കോമ്പോഷൻ ലെവി ഷാൽ റിമെയിൻ വാലിഡ് സോ ലോങ് ആസ് ഹി സാറ്റിസ്ഫൈ ഓൾ ദി കണ്ടീഷൻ ബ്രേക്ക് ആയാൽ അപ്പോൾ തന്നെ അത് പോയി. ദ ഓപ്ഷൻ ടു പേ ടാക്സ് അണ്ടർ കോമ്പോഷൻ ലെവി സ്കീം ലാപ്സസ് ഫ്രം ദി ഡേ ഓൺ വിച്ച് ഈസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് 1.5 crore. അപ്പോൾ ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ബ്രേക്ക് ആവും. ദെൻ ഫർദർ ഈസ് റിക്വയർഡ് ടു ഫയൽ ഇന്റിമേഷൻ ടു വിഡ്രോ ഫ്രം സ്കീം ഇൻവെസ്റ്റിഗേറ്റ് ഫ്രം വിത്തിൻ 7 days ഓഫ് ഒക്കറൻസ് ഓഫ് സച്ച് ഇവന്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് നടന്നു എന്ന് വെച്ചാൽ 1.5 കോടി എക്സീഡ് ചെയ്ത് അല്ലെങ്കിൽ 75 എക്സീഡ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഇന്റിമേറ്റ് ചെയ്യണം. എത്ര ദിവസം കൊണ്ട്? വിത്തിൻ 7 days ഞാൻ ഇന്റിമേറ്റ് ചെയ്യണം ഇങ്ങനെ എക്സീഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സച്ച് പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു അവൈൽ ITC ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റോക്ക്. ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു പോയിന്റ് ആണ്. ആൻഡ് ദിസ് പോയിന്റ് ഈസ് അഗെയിൻ റിപ്പീറ്റഡ് ഇൻ ദി നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ അഗെയിൻ വിൽ ബി റിപ്പീറ്റഡ്. ഓക്കെ, ഞാൻ ഇതിന്റെ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ തരാം. ആൻഡ് ബാക്കി വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി ITC ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സച്ച് പേഴ്സൺ എന്ന് വെച്ചാൽ ഇങ്ങനെ മാറി എന്ന് വെച്ചാൽ റെഗുലർക്ക് മാറുകയാണ്. കോമ്പോഷനിൽ നിന്ന് നമ്മളെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കോമ്പോഷനിൽ നിന്ന് ഇനി റെഗുലർക്ക് മാറുമ്പോൾ സച്ച് പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു അവൈൽ ITC അവൈൽ ചെയ്യാൻ പറ്റും ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സ്റ്റോക്ക് ഇൻപുട്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഹെൽഡ് ബൈ ഹിം ഓൺ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആൻഡ് ഫർണിഷ് എ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ 30 days ഓഫ് വിഡ്രോവൽ ഓഫ് ദി ഓപ്ഷൻ കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് സച്ച് സ്റ്റോക്ക് ഹെൽഡ് ഇൻ ദി ഫോം GST ITC 01. എടാ, കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ITC എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ പെട്ടെന്ന് കോമ്പോസിഷനിൽ നിന്ന് റെഗുലർ സ്കീമിലോട്ട് കണ്ടീഷൻ ബ്രേക്ക് ആയതുകൊണ്ട് മാറുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരെ കയ്യിൽ കുറെ സ്റ്റോക്ക് അപ്പ് ഇല്ലേ? ഉണ്ട്. ഇവരെ കയ്യിൽ കുറെ അസറ്റ് അവിടെ ഇല്ലേ? അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കോമ്പോഷൻ നിന്ന് റെഗുലർക്ക് മാറുമ്പോൾ ആ കയ്യിലുള്ള സാധനത്തിന്റെ ഇൻപുട്ട് എനിക്ക് തരണ്ടേ? തരണം. അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തോ. എപ്പോൾ അപ്ലൈ ചെയ്യണം? വിത്തിൻ 30 days. നമ്മൾ ഓപ്ഷൻ വിഡ്രോ ചെയ്യല്ലേ? ആ ഓപ്ഷൻ വിഡ്രോ ചെയ്ത് വിത്തിൻ 30 days ഞാൻ എന്ത് ചെയ്യണം? ITC 01 എന്നുള്ള സാധനം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിന്റെയും എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ഇൻപുട്ട് എനിക്ക് എടുക്കാമെന്ന്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ പഠിക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഒന്ന് റിവേഴ്സ് ചെയ്യാം, ഒന്നുകൂടി കേട്ടോ വെക്കാം, അപ്പോൾ കിട്ടും. ഓക്കെ, അടുത്തത് ഇമ്പോഷൻ ഓഫ് പെനാൽറ്റി ഇൻ കേസ് ഓഫ് റെഗുലർ അവൈലമെന്റ് ഓഫ് എമോഷൻ സ്കീം. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ സെക്ഷൻ 73 ആൻഡ് 74 അപ്ലൈ ആവുന്നുള്ളത്. കാരണം നമ്മളെ ഇമ്പോഷൻ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത് ഇറഗുലർ അവൈലമെന്റ് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല, എന്നിട്ട് ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഇഫ് എ ടാക്സബിൾ പേഴ്സൺ ഹാസ് പേയ്ഡ് ടാക്സ് അണ്ടർ കോമ്പോഷൻ സോ ഹി വാസ് നോട്ട് എലിജിബിൾ, സെക്ഷൻ 73 and 74 വിൽ ബി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. But the profit officer has to believe that the registered person not eligible to pay tax under commotion or contravene the provision, he may issue a shock cause notice to so such person is careful. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഭയങ്കര ജസ്റ്റ് വായിച്ചു വിടുക, അത്രേ ഉള്ളൂ. അപ്പോൾ റിസീറ്റ് ഓഫ് റിപ്ലൈ ഷോക്ക് ഔട്ട് നോട്ടീസ് അയക്കാം. ഞാൻ എലിജിബിൾ അല്ല, എന്നിട്ട് ഞാൻ എടുത്ത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുക? GST ഡിപ്പാർട്ട്മെന്റ് ആദ്യം നോട്ടീസ് അയക്കും. കാരണം കാണിക്കൽ നോട്ടീസ്. അതാണ് ഷോക്ക് കോസ് നോട്ടീസ്. കാരണം കാണിക്കൽ നോട്ടീസ്. ഷോ കോസ് നോട്ടീസ് അല്ലേ? കാരണം ഷോ കാണിക്കുക, കോസ് കാരണം. അപ്പോൾ ഷോ കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്. ഓക്കെ, അപ്പോൾ റിസീറ്റ് ഓഫ് റിപ്ലൈ ടു സച്ച് ഷോ കോസ് നോട്ടീസ് ഫ്രം ദി രജിസ്റ്റേർഡ് പേഴ്സൺ പ്രിസ്ക്രൈബ്ഡ് ഫ്രം ദ പബ്ലിഷ് ഷാൾ ഇഷ്യൂ ആൻ ഓർഡർ. എന്ന് വെച്ചാൽ ഷോക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കും, അതിന് റിപ്ലൈ കൊടുക്കുക. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓർഡർ പാസ്സാക്കും. Just read it, man. Okay. Next, intimation for composition levy. Procedure for opting composition levy is provided in Rule 3 and 4. The SSC can divide in 2 categories. Registered under GST and switches to composition levy. ഞാൻ മേലെ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഓൾറെഡി GST രജിസ്റ്റേർഡ് ആണ്, കോമ്പോഷനിക്ക് മാറുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫോം GST CMB 02 ഫോർ എക്സൈസ് ഓൺ ഓപ്ഷൻ ITC CMB 02 ഫില്ല് ചെയ്യുക. 2 ഫോം ITC 3 എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക വിത്തിൻ 60 days. ദെൻ 2 ഫോം ഫില്ല് ചെയ്യുക. 2 ഫോം ഓർത്ത് വെച്ചാൽ മതി. ഫോർ പേഴ്സൺ ഹു അപ്ലൈ ഫോർ ഫ്രഷ് രജിസ്ട്രേഷൻ ആണെങ്കിൽ GST RAG 1 നമ്മളെ രജിസ്ട്രേഷൻ്റെ ഫോമിൻ്റെ പേരാണ് RAG 1, അതിൽ തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് ഓൾസോ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട് മച്ച് ഇമ്പോർട്ടൻ്റ് എന്നാൽ വായിക്കണ്ടെന്നല്ല, വായിക്കണം. ഒറ്റ ടൈം വായിച്ചു വെക്കുക.
എവറി രജിസ്റ്റേർഡ് പേഴ്സൺ നേരത്തെ ഫോം ആൻഡ് മാനർ ഓഫ് സബ്മിഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺ. കോമ്പോഷൻ ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10 ഇലക്ട്രോണിക്കലി ഫർണിഷ്. എന്താ ഫയൽ ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം CMB08 റെഡിലിടാം. ഇമ്പോർട്ടൻ്റ് അല്ലേ? CMB08 എന്ന് പറഞ്ഞ സാധനം ഫില്ല് ചെയ്യും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വാർട്ടർലി ആണ്. എവരി ക്വാർട്ടറിലാണ് ഫയൽ ചെയ്യുക. ഓക്കെ, ബൈ 18th ഓഫ് ദി ഡേ ഓഫ് ദി മന്ത്. എന്ന് വെച്ചാൽ ഒരു ക്വാർട്ടർ കഴിഞ്ഞ് 18ാം തീയതി. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് 18ാം തീയതി എന്ന് വെച്ചാൽ ജൂലൈ 18 ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഈ പറഞ്ഞ CMB08ന്റെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. ഓക്കെ, റിട്ടേൺ GSTR ഫോർ എവരി ഫിനാൻഷ്യൽ ഇയർ ഓൺ ഓർ ബിഫോർ 30th. അപ്പോൾ ഒരു റിട്ടേൺ എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, റിട്ടേൺ അല്ല. CMB08. അടുത്ത എന്താ? GSTR 4. അതെന്താ ഫയൽ ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട്, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ആ 30th ഡേ ഓഫ് ഏപ്രിൽ. അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ തീരുന്നപ്പോൾ മാർച്ചിൽ, അത് കഴിഞ്ഞ് വരുന്ന ഏതാ? ഏപ്രിൽ. ആ ഏപ്രിൽ 30, 2024 ഏപ്രിൽ 30 GSTR 4 ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. ഈ രണ്ട് സാധനങ്ങളാണ് ഇവർക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫയൽ ചെയ്യാനുള്ളത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഫർണിഷിംഗ് സ്റ്റേറ്റ്മെന്റ് ഷാൽ ഡിസ്ചാർജ് ലയബിലിറ്റി ടുവേഴ്സ് ടാക്സ് ഓർ ഇൻട്രസ്റ്റ് ബൈ ഡെബിറ്റിംഗ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. എന്ന് വെച്ചാൽ നമ്മുടെ CMB08 കൂടി നമ്മൾ ടാക്സ് അടക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ് അവർ ടാക്സ് അടക്കണം. അത് അടക്കുന്നത് ഈ പറഞ്ഞ CMB08 വഴി ആയിരിക്കും. അതെന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് അടച്ചിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദ റിട്ടേൺ ഷാൽ ഇൻക്ലൂഡ് ഇൻവോയ്സ് വൈസ് ഇൻട്രസ്റ്റ് ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ കൺസോളിഡേറ്റഡ് ഔട്ട്വേർഡ് സപ്ലൈ. ഇത് ഏത് റിട്ടേൺ ആണെന്നറിയോ? GSTR 4. GSTR 4 ഒരു സമ്മറി റിട്ടേൺ ആണ് GSTR 4. എല്ലാ വർഷത്തെ മൊത്തം സെയിലും മൊത്തം പർച്ചേസും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു റിട്ടേൺ. A registered person must opt to pay tax under Section 10 from the beginning of a financial year shall be required furnish the details of outward and inward supply under rules 59, 60 and 61 related to period during which the person is liable to furnish such details and return till due date of furnishing return for the month of September of the succeeding financial year furnishing and return of the financial which is early. എന്ന് വെച്ചാൽ ഞാൻ സെക്ഷൻ 10 അനുസരിച്ച് ഓപ്റ്റ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺസ് ഒക്കെ എന്ത് ചെയ്യാം? അടുത്ത സെപ്റ്റംബറിനുള്ളിൽ ഫയൽ ചെയ്താൽ മതി എന്നുള്ള വെച്ചാൽ എനിക്ക് എന്താ പറയുക, period during which the person liable to such returns till the due date of furnishing the return for the month of September. അടുത്ത സെപ്റ്റംബർ വരെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്തിട്ടാൽ മതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2023-24 ഫിനാൻഷ്യൽ ഇയർ റിട്ടേൺസ് വല്ലതും പെൻഡിങ് ഉണ്ടെങ്കിൽ എനിക്ക് സെപ്റ്റംബർ വരെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെപ്റ്റംബർ വരെ, അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ. Explanation. For the purpose of such subgroup, it is hereby declared that the person shall not be eligible to avail input as current receipt of invoices or debit from the supplier for a period prior to his opting for combustion scheme. Combustion opt ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഇൻപുട്ട് ഒന്നും കിട്ടൂല. Again repeated point. A registered person opting to withdraw from the combustion scheme at his own motion or where option is withdrawn at the instance of the proper officers where the required furnisher statement CMB08 for the period for which he has paid tax under combustion scheme till June 18th of the day of next month in which the date of withdrawal falls and furnish GSR for the said period till 30th day of April following the end of financial year during which such a എന്ന് വെച്ചാൽ എന്താ അറിയോ, നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് മിഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് ഞാൻ കോമ്പോഷൻ ഗെയിമിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ എന്താ സാഹചര്യം? ടേൺ ഓവർ എക്സീഡ് ചെയ്ത് അങ്ങനെ പോയി. അല്ലെങ്കിൽ മനഃപൂർവ്വം നമുക്ക് മാറാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് മാറാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ തുടങ്ങുന്നതിന് മുന്നേ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മാറുന്ന സാഹചര്യം ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള CMB08 ഒക്കെ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തിരിക്കണം. ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കണം. ആ വർഷത്തെ GSTR 4 ഫയൽ ചെയ്തിരിക്കണം. അപ്പം ഒരു വർഷം തന്നെ നോർമലി രണ്ടും കൂടി വരും. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ അത് ആ സമയം ഞാൻ കോമ്പോഷൻ ആയിരുന്നു. ജൂലൈ മുതൽ ഞാൻ റെഗുലറാണ്. അപ്പോൾ ആ വർഷം എനിക്ക് 2 കംപ്ലൈൻസ് വരും. CMB08 ജൂൺ വരെ ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ റെഗുലർ ചെയ്യാം. പിന്നെ ആ വർഷത്തെ GSTR 4 ജൂൺ വരെയുള്ള GSTR 4 ഞാൻ ഫയൽ ചെയ്യാൻ വേണം. അപ്പോൾ ആ കംപ്ലൈൻസ് രണ്ടിന്, കോമ്പോഷൻ്റെയും റെഗുലറിൻ്റെയും 2 കംപ്ലൈൻസും ഞാൻ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം എന്നാണ്. കഴിഞ്ഞ കോമ്പോഷൻ ഇതിലൊന്നുമില്ല. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 100% അല്ല, 200% ഓഫ് ദി കോമ്പോഷൻ സ്കീം മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഒരൊറ്റ റൂളോ, എല്ലാ റൂളും നോക്കി, എല്ലാ സെക്ഷനും നോക്കി, ഈച്ച് ആൻഡ് എവരി പോയിന്റ് നോക്കി, ഒന്നും ഇനി നോക്കാൻ ബാക്കിയില്ല. ഇത്രയും ആര് പറഞ്ഞു തരും നിങ്ങൾക്ക്? അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ താഴെ കമൻ്റ് ഒക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറയുക, അല്ലേ? നിങ്ങൾ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കുറേ വീഡിയോസ് ഇടാനും വീണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ ശക്തി. ഓക്കെ, യെസ്. ടെസ്റ്റ് യുവർ നോളജ്. നമ്മൾ MCQs ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ ചെയ്യും. Which of the following is not eligible for opting combustion scheme under subsection 1 and 2 of section 10? subsection 1 and 2 അനുസരിച്ച് ഏതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല? ഒന്നെന്താ? സെല്ലിംഗ് ഗാർമെന്റ്സ് ആണ്, അഹമ്മദാബാദിലാണ്, 78 lakh ആണ്. പ്രശ്നമൊന്നുമില്ലല്ലോ, ഓപ്റ്റ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് കമ്പനി എക്സ്ക്ലൂസീവ്ലി ഓപ്പറേറ്റിംഗ് റെസ്റ്റോറൻ്റ് ആണ്, 90 lakh ആണ്. സ്റ്റാർട്ട് കുഴപ്പമൊന്നുമില്ല. കൊറിയർ സർവീസ്, സർവീസ് നമ്മളെ സെക്ഷൻ 10 ഉം 2 ചോദിച്ചത്. പറ്റൂല. സർവീസ് എന്ന് പറഞ്ഞാൽ തന്നെ വിട്ടേക്ക്, പറ്റൂല. C ആണ് ആൻസർ. ഓക്കെ, കഴിഞ്ഞ്. അത്രേ ഉള്ളൂ സംഭവം. A registered person dash is not eligible for combustion scheme even though his aggregate turnover does not exceed 1.5 crore. താഴെ പറഞ്ഞ ഏതോ ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, 1.5 കോടി എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിലും. ആർക്കാണ്? ട്രേഡിംഗ് ഇൻ പാൻ മസാല കുഴപ്പമില്ലല്ലോ, ട്രേഡിംഗ് ചെയ്യാലോ.
മാനുഫാക്ചറിങ് അലൈറ്റഡ് വാട്ടർ കിട്ടൂല, അലൈറ്റഡ് വാട്ടർ മാനുഫാക്ചർ കിട്ടൂല, കഴിഞ്ഞു. Can a registered person opt for combustion scheme only for one out of his 3 business verticals having same pan? ഏതെങ്കിലും ഒരു പാനിൽ തന്നെ 3 ഉണ്ട്, അതിൽ ഒന്ന് മാത്രം കോമ്പോഷൻ പറ്റൂല. നോ നോ. What will happen if the turnover of a registered person opting to pay taxes under combustion scheme during 20 something crosses 1.5 crore? പെട്ടെന്ന് വെച്ചിട്ട് മിഡ് ഓഫ് ഇത് വെച്ചിട്ട് ക്രോസ് ചെയ്ത് എന്താ സംഭവിക്കുക? He can continue combustion scheme? No. He will be able to tax and normal rates on entire turnover? No. He will cease to remain the combustion scheme with immediate effect. Yes. This is the answer. That's all. Next, we'll go to descriptive questions. Okay. What descriptive questions? Okay, number 1. Okay. Determine whether the supplier in the following cases are eligible for combustion levy, provided their turnover in the preceding financial year does not exceed 1.5 crore. ഒന്നര കോടി എക്സീഡ് ചെയ്തിട്ടില്ല, പക്ഷേ താഴെ പറഞ്ഞ 2 കേസിൽ ഇവർ എലിജിബിൾ ആണോ അല്ലേ? Sugam manufacturers are registered in Punjab and Haryana that supplies goods in neighboring states. Neighboring states സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പറ്റുമോ? നോ. ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോഹൻ എന്റർപ്രൈസ് എങ്ങനെ ട്രേഡിംഗ് ഓഫ് പാൻ മസാല, ട്രേഡിംഗ് ഓഫ് പാൻ മസാല കുഴപ്പമില്ല, മാനുഫാക്ചർ ഓഫ് പാൻ മസാലയാണ് പ്രശ്നം. സോ അതും എലിജിബിൾ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ആൻസർ ചെയ്തു, ഇതാ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ്, പോസ് ആൻഡ് റീഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. മിസ്റ്റർ അജയ് ഹാസ് രജിസ്റ്റർഡ് റിപ്പയർ സെന്റർ ആണ്, റിപ്പയർ സെന്റർ where electronic goods are repaired and serviced. His repair center is located in the state of Rajasthan. He is not engaged in making any interstate supply. Interstate supply സർവീസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവർ ഗുഡ്സ് ആണ് സർവീസ് ആണ് ചെയ്യുന്നത്? സർവീസ്. ഓക്കെ. ഈ അഗ്രിഗേറ്റ് turnover in the preceding financial year is 45 lakh. പ്രിസൈഡിംഗ് ഫിനാൻഷ്യൽ ഇയർ 45 ലക്ഷമാണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ് ചെയ്യുന്നത്, ഇൻഡർസ്റ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻ ഓഫ് സെക്ഷൻ CGST ആക്ട്, എക്സാമിൻ വിത്ത് മിസ്റ്റർ അജയ് ക്യാൻ ഓപ്റ്റ് ഫോർ കോമ്പോഷൻ സ്കീം അണ്ടർ കറന്റ് ഫിനാൻഷ്യൽ ഇയർ. കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ, കൺസിഡറിംഗ് ദി ഓപ്ഷൻ ടു പേയ്മെന്റ് ഓഫ് ടാക്സ് അവൈലബിൾ, കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ബൈ ഹിം. കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 35 ലക്ഷമാണ്. അപ്പം ടാക്സ് എത്ര അടക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നത്. വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ് if will your answer be different if Mr. Ajay procures few items required for providing repair services from neighboring state of Madhya Pradesh? ഈ ആൻസർ നിങ്ങൾക്ക് മേലെ പറഞ്ഞ ആൻസർ എന്തെങ്കിലും ഡിഫറൻസ് ആവുമോ? ഇയാള് മധ്യപ്രദേശ്, ഇയാളെ AP-യിലുള്ള ആളല്ലേ? ഇയാൾ എവിടെ സ്ഥലം? രാജസ്ഥാനിലുള്ള ആളാണ്. ഇയാൾ മധ്യപ്രദേശിൽ നിന്ന് വല്ല സാധനം ഇൻവേർഡ് സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? ആദ്യത്തെ കാര്യം പറയുന്നത് എന്താ, ഇവിടെ എന്താ സിറ്റുവേഷൻ എന്താ? ഇയാൾ ഒരു സർവീസ് സെന്റർ നടത്തുന്നു, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഒന്നും ചെയ്യുന്നില്ല, ദെൻ അതുപോലെ തന്നെ 45 ലക്ഷമാണ് ടേൺ ഓവർ. അങ്ങനെയാണെങ്കിൽ ഇയാൾ കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യത്തെ ചോദ്യം. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 and 2 അനുസരിച്ചിട്ടുള്ള കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 10 സബ്സെക്ഷൻ 2A അനുസരിച്ചുള്ള കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ആൻസർ. എന്നിട്ട് ചോദിച്ചു, കൺസിഡറിംഗ് ദ ഓപ്ഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് അവൈലബിൾ ടു മിസ്റ്റർ അജയ്, കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ. 35 ലക്ഷം ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ടാക്സ് അടക്കേണ്ടി വരിക എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം സെക്ഷൻ 10(2)A അനുസരിച്ചാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3% CGST-യും 3% SGST-യുമാണ് ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ അത് എഴുതുക. അപ്പോൾ 6% ടോട്ടൽ 35 ലക്ഷത്തിന്റെ 6%, അതാണ് ടാക്സ് പേയബിൾ. കഴിഞ്ഞ്. അടുത്തത്, will your answer be different if Mr. Ajay procures few items required for providing repair services from neighboring state? ഇയാൾ ചില ഐറ്റംസ് നൈബറിംഗ് സ്റ്റേറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇൻവേർഡ് സപ്ലൈ ഓഫ് ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ, നോ ബുദ്ധിമുട്ട്. ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ആണ് ബുദ്ധിമുട്ട്. നോ ഇഷ്യൂ മാൻ, നോ ഇഷ്യൂ. അപ്പോൾ അതാണ് ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ട്രിക്കി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിൻ്റെ ആൻസർ മൊത്തം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 210 ടോട്ടൽ ടാക്സ് പേയബിൾ, 35 ലക്ഷത്തിന്റെ 6%. മേലെ നമ്മളെ സെക്ഷൻ 10(2)A എടുക്കാന്ന് പറഞ്ഞ്, പിന്നെ ടാക്സ് എത്ര വരും എന്ന് പറഞ്ഞ്, ദെൻ ഇൻട്രസ്റ്റേറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതൊക്കെ എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വൈ ലിമിറ്റഡ് ബീങ് എ ട്രേഡർ ഓഫ് ലാപ്ടോപ്സ് ഹാസ് 2 യൂണിറ്റ്സ് ഇൻ ചെന്നൈ ആൻഡ് മുംബൈ. ചെന്നൈയിൽ ഒരു യൂണിറ്റ്, മുംബൈയിൽ ഒരു യൂണിറ്റ്. പ്രീവിയസ് ടേൺ ഓവർ തന്നിട്ടുണ്ട് 52ഉം 12ഉം. അപ്പോൾ എത്ര ടോട്ടൽ? 64. യു ആർ റിക്വയർഡ് ടു ആൻസർ ദി ഫോളോയിങ്. കോമ്പോഷൻ സ്കീമിന് എലിജിബിൾ ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇയാൾ ലാപ്ടോപ്പ് ട്രേഡർ ആണ്, സോ നോ ഇഷ്യൂ. 1.5 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ടാകും, നോക്കിയാൽ മതി. 1.5 കോടി എക്സീഡ് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ട് തന്നെ കോമ്പോഷൻ സ്കീമിന് എലിജിബിൾ ആണ്, നോ ഇഷ്യൂ. 64 ലക്ഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ ആയിട്ടുള്ളൂ, 1.5 കോടി എക്സീഡ് ചെയ്തിട്ടില്ല. സോ അതാണ് അതിൻ്റെ ആൻസർ. ഇഫ് സോ മിസ് ക്യാൻ ഓപ്റ്റ് കോമ്പോഷൻ സ്കീം ഫോർ ചെന്നൈ ലൊക്കേഷൻ ആൻഡ് നോർമൽ സ്കീം ഫോർ മുംബൈ. മുംബൈയിൽ നോർമലും ചെന്നൈയിൽ കോമ്പോഷനും അങ്ങനെ പറ്റുമോ? പറ്റില്ല. ഒരു പാൻ കാർഡിൽ എല്ലാതും ഒരുപോലെ ആയിരിക്കണം. നീഡ് ടു ഗീവ് സെപ്പറേറ്റ് ഇൻഡിമേഷൻ ഫോർ ഓപ്റ്റിംഗ് കോമ്പോഷൻ സ്കീം ഇൻ ഈച്ച് സ്റ്റേറ്റ്. 2 സ്റ്റേറ്റിലും നമ്മൾ സെപ്പറേറ്റ് ഇൻഡിമേഷൻ കൊടുക്കണം? വേണ്ട, ഒന്ന് തന്നെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മറ്റേതാവുന്നതാണ്. ഇൻഡിമേഷൻ പോലെ തന്നെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അതാണ് അതിൻ്റെ ആൻസർ. ഇൻഡിമേഷൻ ടു ഓപ്റ്റ് കോമ്പോഷൻ സ്കീം റെസ്പെക്ട് ഓഫ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ എനി സ്റ്റേറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഇൻഡിമേഷൻ ഓഫ് എന്താണ് അതർ പ്ലേസസ് ഓൾസോ. മേലെ പറഞ്ഞിരുന്നു ഈ പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാം ക്വസ്റ്റ്യൻ. മേലെ പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യൻ എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ടേൺ ഓവർ ഓഫ് മിസ്റ്റർ എക്സ് ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഈസ് 49 lakh.
Preceding financial year, Mr. Extended turnover 49 ലക്ഷമാണ്. Opted for composition scheme under section 110(1). During the year on 18th February, turnover of Mr. X is 1.5 crore. What complaints are required to carry Mr. X? എടാ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 49 ലക്ഷം പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ, അതുകൊണ്ട് തന്നെ ഇയാൾ കോമ്പോഷൻ എടുത്തു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയർ ഒരു ആയപ്പം അയാൾ 1.5 കോടി എക്സീഡ് ചെയ്തു. മിഡ് അല്ല, ഒരു 18th February ആയപ്പോൾ എന്ത് ചെയ്ത് എക്സീഡ് ചെയ്തു 1.5 കോടി. എന്ത് ചെയ്യണം? ഇയാൾ ഇത് വിഡ്രോ ചെയ്യണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ഫോമാണെന്നുള്ളത്. ഫോം CMB 04 വിത്തിൻ 7 days എന്ത് ചെയ്യുക, ഫയൽ ചെയ്യുക. ആൻഡ് ദാറ്റ് മീൻസ് 25th February ഉള്ളിൽ. ദെൻ ITC 01 സ്റ്റോക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ആ സാധനമൊക്കെ വിത്തിൻ 30 days കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 20th March ഉള്ളിൽ അതും ഫയൽ ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല, മേ ബി ചോദിക്കാം. സുൽത്താൻ ആൻഡ് സൺസ്, ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. മേലെ പഠിച്ച ഈ ക്വസ്റ്റ്യൻ പക്ക തിയറി, പക്ക തിയറി. Sultan and Sons, a partnership firm in Nagpur, Maharashtra, is a wholesaler of a taxable product P and product Q, exempt by way of notification in the state of Maharashtra. Its aggregate amount the preceding financial year is 130 lakh. So, very രണ്ട് പ്രൊഡക്റ്റ് ആണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് പിയും ഒന്ന് പ്രൊഡക്റ്റ് ക്യൂവും. പ്രൊഡക്റ്റ് പി ടാക്സബിൾ ആണ്, പ്രൊഡക്റ്റ് ക്യൂ എക്സംപ്റ്റ് ആണ്. ഓക്കെ, മൊത്തം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 130 lakh ആണ്. The firm wishes to opt for composition scheme under section 1 and 2. നോർമൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. However, his accountant is that a person engaged in making supply of exempt goods is not eligible for such scheme. ഇയാൾ അക്കൗണ്ടന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ് ഗുഡ്സ് വിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അസ്യൂം ഇസ് നോട്ട് എൻഗേജ് ഇൻ മാനുഫാക്ചർ, നോട്ടിഫൈഡ് ഗുഡ്സ് ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നൊന്നുമില്ല എന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ എക്സെപ്റ്റ് സപ്ലൈ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ടേൺ ഓവർ നോക്കുമ്പോൾ 1.5 കോടിക്ക് താഴെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. നോ ഇഷ്യൂ. The view taken by the accountant is valid, is not valid. A registered person 1.5 കോടിക്ക് താഴെയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ്. ദെൻ ഇത് അഗ്രിഗേറ്റ് ആണ് 1.5 കോടിക്ക് താഴെയാണ്, അതുകൊണ്ട് തന്നെ ഓപ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ദെൻ ഇറ്റ് ഈസ് liable to tax to exempt apply by not, it is eligible for composition scheme. അത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുന്നത്. ഇതും എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Question number 6. Chanchal started providing beauty and grooming services. Service ആണ് Integrated Care and Care Beauty Center in Janakpuri, Delhi on 1st April 2023. She opted to pay tax under 10(2)(a) in the same financial year. The aggregate turnover of the Care and Care Beauty Center for the quarter ending 30th June was 20 lakh. Further, for the half year 30th September reached 50 lakh. എന്ന് വെച്ചാൽ ഇവിടെ ഇയാൾ സർവീസസ് തുടങ്ങി ക്വാർട്ടർ എൻഡിങ് June 30, ഫസ്റ്റ് ക്വാർട്ടറിൽ ഇയാളുടെ ടോട്ടൽ ടേൺ ഓവർ 20 lakh ആയിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോൾ ടോട്ടൽ ടേൺ ഓവർ 50 ആയി. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ജൂലൈ ടു സെപ്റ്റംബർ എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാർട്ടറിൽ ഇയാളുടെ ടേൺ ഓവർ 30. മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഏപ്രിൽ ടു ജൂൺ എത്രയാണ്, 20 lakh. ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ് 50 lakh. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ ദ ഹാഫ് ഇയർ എൻഡിങ് 30th September, ഹാഫ് ഇയർത്തെ മൊത്തം ടേൺ ഓവർ ആണ് 50. എന്ന് വെച്ചാൽ ജൂലൈ ടു സെപ്റ്റംബറത്തെ മാത്രം ടേൺ ഓവർ അല്ല 50. അപ്പം സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏപ്രിൽ ടു ജൂണിൽ 20 lakh, ജൂലൈ ടു സെപ്റ്റംബറിൽ 30 lakh, അങ്ങനെ മൊത്തം 50 lakh. ഓക്കെ, നെക്സ്റ്റ്. Care and Care Beauty Center recorded a rapid growth and turnover reached 70 lakh. പിന്നെ 70 lakh ഒക്ടോബർ ആയപ്പോഴത്തേക്കും 70 lakh ആയി എന്ന് പറഞ്ഞു. ഡിറ്റർമൈൻ ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് Care and Care Beauty. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയാൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ സ്കീം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഓപ്റ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 20 lakh. സർവീസിന്റെ കേസിൽ 20 lakh എക്സീഡ് ചെയ്താലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇയാൾ ഓപ്റ്റ് ചെയ്യുന്നത് 20 lakh എക്സീഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും. ഇയാൾ 20 lakh എക്സീഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ജൂണിലാണ്. അപ്പം ജൂലൈ മുതലായിരിക്കും ഇയാൾ ഓപ്റ്റ് ചെയ്യുന്നത്. ജൂലൈ മുതൽ ഏതിലേക്കാണ് ഓപ്റ്റ് ചെയ്യുക? മേലെ പറഞ്ഞല്ലോ, ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ആയിരിക്കും, സെക്ഷൻ 10(2)(a) ആയിരിക്കും എന്ന് പറയുന്നത്. സെക്ഷൻ 10(2)(a) അനുസരിച്ച് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുക. സെക്ഷൻ 10(2)(a) അനുസരിച്ച് എത്ര ടാക്സ് കൊടുക്കണ്ടേ? ടേൺ ഓവറിന്റെ എത്ര പെർസെൻറ്റേജാണ്? 6%. 3% GST, 3% GST. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 50 lakhന്റെ മുകളിലാണോ ടാക്സ് കൊടുക്കുക, 20 lakhന്റെ മുകളിലാണോ ടാക്സ് കൊടുക്കുക, അതിൻ്റെ ഡിഫറൻസ് ആണോ കൊടുക്കുക? എടാ, ഇയാൾ എന്നാണ് രജിസ്ട്രേഷൻ എടുക്കുക? ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞ് ജൂണിലാണ് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പോൾ ജൂലൈ മുതലുള്ളതിൻ്റെ ടാക്സ് കൊടുത്താൽ പോരെ. അപ്പോൾ ജൂലൈ ടു സെപ്റ്റംബറിൽ എത്രയാണ് ടാക്സ് വരുന്നത്? സെക്കൻഡ് ക്വാർട്ടറിൽ എത്രയാണ് നമ്മുടെ ടേൺ ഓവർ വരുന്നത്? 30 lakh. അപ്പോൾ 30 lakhന്റെ എത്ര പെർസെൻറ്റേജാണ്? 6%. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ നോക്കി ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല. ടേൺ ഓവർ 20 lakh ആണ്, ടാക്സ് ലയബിലിറ്റി ഇല്ല. സെക്കൻഡ് ക്വാർട്ടറിൽ എന്തുണ്ടായി? രജിസ്ട്രേഷൻ എടുത്തു. 20 lakh എക്സീഡ് ചെയ്ത രജിസ്ട്രേഷൻ എടുക്കണ്ടേ? മേലെ ക്വസ്റ്റിന് പറഞ്ഞ് രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഏതാ എടുക്കുക? 2A അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് വരിക? 6%. എത്ര? ടോട്ടൽ അല്ല, ഇവിടെ മുതൽ രജിസ്ട്രേഷൻ എടുത്ത് അവിടെ മുതലല്ലേ വരിക. അപ്പോൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 30 lakh ആണ് ടോട്ടൽ ടേൺ ഓവർ, അതിൻ്റെ 6%. അത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം പറ്റിയത്. എന്ത്? ഒക്ടോബർ ആയപ്പോൾ എന്തുണ്ടായി? എക്സീഡ് ചെയ്ത്. എന്ത്? ടേൺ ഓവർ എക്സീഡ് ചെയ്തു. നമ്മളെ ലിമിറ്റ് എത്രയാ? 2A അനുസരിച്ച് 50 lakh ആണ്. ഇവിടെ 50 lakh ക്രോസ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ലീവ് ചെയ്യണം. അപ്പോൾ ഒക്ടോബർ മുതൽ ഇയാൾക്ക് അപ്ലൈ ആവുന്ന ഏതായിരിക്കും? ഫ്രം ദി മന്ത് ഓഫ് ഒക്ടോബർ റെഗുലർ സ്കീം ആയിരിക്കും. എത്ര? 18%. സർവീസ് ആണ് 18%. മേലെ റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും 18%. ഇല്ലേ? നോർമൽ സ്കീം GST റേറ്റ് 18%. ദെൻ അപ്പം എത്രയാണ്? ഒക്ടോബർ മാത്രമല്ല, സെപ്റ്റംബർ വരെ 50 lakh ആണ്, ഒക്ടോബറിൽ 70 lakh ആയി. അപ്പം
എത്രയാണ് ഡിഫറൻസ്? ഒക്ടോബർ മാത്രം സെയിൽ എത്രയാണ്? 20 lakh. ആ 20 lakhന്റെ മുകളിൽ 18% ടാക്സ് കൊടുക്കുക, 3,60,000. ആൻഡ് ടോട്ടൽ ടാക്സ് പേയബിലിറ്റി 5,40,000. വെരി 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 ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എക്സാമിന് വരാൻ സൂപ്പർ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അധികം ആൾക്കാരും തെറ്റിക്കും ഡെഫിനറ്റ്ലി, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, അവിടെ വേർഡിങ്സ് കറക്റ്റ് മനസ്സിലാക്കുക. ജൂൺ വരെ ഇത്, സെപ്റ്റംബർ വരെ എത്ര, ഒക്ടോബർ വരെ എത്ര, അങ്ങനെ ടോട്ടൽ ബേസിലാണ് പറഞ്ഞില്ല. ഏപ്രിൽ മുതലാണ് ടേൺ ഓവർ കാൽക്കുലേഷൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഡിഫറൻസ് നമ്മൾ എടുക്കണം അവിടെ. ഐ തിങ്ക് ഇത് മാനേജബിൾ ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ രീതിക്ക്. മനസ്സിലായെങ്കിൽ ഒന്നും കൂടി റിവേഴ്സ് അടിച്ച് ഒന്നും കൂടി കണ്ടുനോക്കുക, കിട്ടും. ഞാൻ രീതിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ബൻസൽ ആൻഡ് ചാന്ദിയോക് സ്റ്റാർട്ടഡ് ചാന്ദിയോക് നല്ല പേര്, ഓക്കെ, യെസ്. പാർട്ണർഷിപ്പ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻ ജയ്പൂർ, രാജസ്ഥാൻ, 11/4/2023. The firm specializes in providing audit services to banks in Rajasthan. It provides the following details of its turnover. അപ്പം ഇവർ സ്പെഷ്യലൈസേഷൻ എന്താ, ഒരു സർവീസാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലേ, കോസ്റ്റ് അക്കൗണ്ടൻസ് സർവീസാണ്. ഏപ്രിൽ ടു ജൂണിൽ 10 lakhും ജൂലൈ ടു സെപ്റ്റംബറിൽ 20 lakhും, ഇതാണ് ടേൺ ഓവർ. ഇറ്റ് ക്രോസ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 20 lakh on 1/8. സെപ്റ്റംബർ ഓഗസ്റ്റിലാണ് ഇയാൾ ക്രോസ് ചെയ്യുന്നത് 20 lakh, കറക്റ്റ് ക്രോസ് ചെയ്യുന്നത് 20 lakh ക്രോസ് ചെയ്യുന്നത്. ടോട്ടൽ 30 lakh ഇല്ലേ, പക്ഷേ ഈ 20 lakh ക്രോസ് ചെയ്യുന്നത് ത്രെഷോൾഡ് ഇല്ലേ, VST രജിസ്ട്രേഷൻ എടുക്കാൻ ത്രെഷോൾഡ് എത്രയാണ്? 20 lakh അല്ലേ. ആ 20 lakh ക്രോസ് ചെയ്യുന്ന എപ്പോഴാണ്? 1/8. So Bansal and Chandiok wishes to opt to pay tax under promotion scheme under 2A എടുക്കാനാണ് വിചാരിക്കുന്നത്. എക്സാം വെദർ ദ ഫേം ഇസ് എലിജിബിൾ ഫോർ ദ സ്കീം. ഫസ്റ്റ് ചോദ്യം എലിജിബിൾ ആണോ? യെസ്. അവിടെ എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലോ, എലിജിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ടാക്സ് പേയബിൾ ഡിറ്റർമിൻ ചെയ്യാൻ പറയുന്നത്. ഏപ്രിൽ ടു ജൂണിൽ എന്തെങ്കിലും ടാക്സ് അടക്കണം, ജൂലൈ ടു സെപ്റ്റംബർ എത്ര ടാക്സ് അടക്കണം. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏപ്രിൽ ടു ജൂൺ എന്തെങ്കിലും ടാക്സ് അടക്കണോ? രജിസ്ട്രേഷൻ തന്നെ എടുത്തിട്ടില്ല, പിന്നെ എന്തിനാ ടാക്സ് അടക്കുന്നത്? ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഏപ്രിൽ ടു ജൂൺ ഉണ്ട്. ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ ടാക്സ് പേയബിൾ നില്ലാണ്. കാരണം എന്താ വെച്ചാൽ ക്രോസ് ചെയ്തിട്ടില്ല, ത്രെഷോൾഡ് ക്രോസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ദെൻ വൈൽ അടുത്ത് ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ സംഭവിച്ച എന്താ? ജൂലൈ ടു സെപ്റ്റംബറിൽ ടോട്ടൽ 30 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇവർ ത്രെഷോൾഡ് ക്രോസ് ചെയ്ത് ഓഗസ്റ്റിൽ എന്ത് ചെയ്തു? ത്രെഷോൾഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ജൂലൈ ടു സെപ്റ്റംബർ എടുക്കുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? 30 lakh. സോ വൈൽ കമ്പ്യൂട്ടിംഗ് ദ ടാക്സ് പേയബിൾ ഇൻ ദ സെക്കൻഡ് ക്വാർട്ടർ ഫ്രം ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, ടോട്ടൽ 30 lakh. ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്? 20 lakh ആണ് ത്രെഷോൾഡ് ലിമിറ്റ്. ഓക്കെ, സോ അപ്പോൾ ടാക്സബിൾ ടേൺ ഓവർ എത്രയാണ്? 10 lakh. ഓക്കെ, അപ്പം 20 lakh വരെ, എടാ അങ്ങനെയല്ലേ പറഞ്ഞേ. ദാറ്റ് മീൻസ് ടോട്ടൽ 30 lakh ആണ് നമ്മളെടുത്തുള്ള സെയിൽ അല്ലേ. 20 lakh വരെ നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 20 lakh വരെ ഇയാൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഇയാൾ രജിസ്ട്രേഷൻ എടുക്കുള്ളൂ. ഓഗസ്റ്റിലാണ് ഈ പറഞ്ഞ 20 lakh ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. മിച്ചമുള്ളത് എത്രയാണ്? ടോട്ടൽ ടേൺ ഓവർ 30 lakh അല്ലേ. 20 lakh വരെ ഇയാൾ രജിസ്ട്രേഷൻ എടുത്തില്ല, ബാക്കി 10 lakh ഉണ്ട്. അപ്പോൾ 10 lakhന്റെ 6% അതിൻ്റെ മുകളിലാണ് ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓക്കെ, അയ്യോ, ഇതും ഒരു എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. 20 lakh എക്സീഡ് ചെയ്ത് 1/8 അപ്പോൾ ടോട്ടൽ 30 lakh ഉണ്ട്. 20 lakh വരെ ടാക്സ് ഇയാൾ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, ബാക്കി 10 lakh ആണ് ഉള്ളത്, അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുക. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ Ms. Hairalal and Sons registered in Karnataka has opted to avail benefit of promotion scheme. It has furnished the following details for the tax period ended on 30/6. Taxable turnover in the state 15 ലക്ഷം, exempted turnover 17 ലക്ഷം, and total turnover 32 ലക്ഷം. സോ ഇവർ രണ്ടും ചെയ്യുന്നുണ്ട്, ടാക്സബിളും എക്സംപ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട്. ടോട്ടൽ ടേൺ ഓവർ 32 lakhs ആണ്. ദെൻ യൂസിംഗ് ദി അബവ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടാക്സ് ടു ബി പെയ്ഡ് ഫോർ ടാക്സ് പീരിയഡ് ആൻഡ് 30th. ഇൻഡിപെൻഡന്റ് കേസ്. ഇയാൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ എത്ര ടാക്സ് കൊടുക്കണം, ഇയാൾ ട്രേഡർ ആണെങ്കിൽ എത്ര ടാക്സ് കൊടുക്കണം. ഇവിടെയാണ് ആ റെലവൻസ് വരുന്നത്. ടേൺ ഓവർ 0.5% ഓഫ് ദി ടേൺ ഓവർ എന്ന് നമ്മൾ പഠിച്ചിരുന്നു, ആൻഡ് 0.5% ഓഫ് ദി ടാക്സബിൾ ടേൺ ഓവർ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ മാനുഫാക്ചർ ആണെങ്കിൽ ടേൺ ഓവറിന്റെ പുറത്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് നമ്മളെ ട്രേഡർ ആണെങ്കിൽ എത്രയാണ്, ടാക്സബിൾ ടേൺ ഓവറിന്റെ മുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ടാക്സുകൾ കണക്കാക്കുക എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, റെഡിലൊക്കെ മാർക്ക് ചെയ്തതെന്ന്. അതിന്റെ യൂട്ടിലൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാനുഫാക്ചർ ആണെങ്കിൽ എത്രയും മുകളിൽ വരിക? 32 lakhന്റെ 1%. ദാറ്റ് ഈസ് ഇക്വൽ ടു 0.5% CGST, 0.5% SGST. ദെൻ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ട്രേഡർ ആണെങ്കിൽ, ഇയാളൊരു ട്രേഡർ ആണെങ്കിൽ ഈ 15 lakhന്റെ മുകളിലാണ് 1% കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആൻസർ. ഓക്കെ, ടാക്സ് ടു ബി പെയ്ഡ് ഈസ് മാനുഫാക്ചർ ആണെങ്കിൽ 1% ഓൺ ഏത് 32 lakh, അതിന്റെ 32,000. ട്രേഡർ ആണെങ്കിൽ നമ്മൾ ടാക്സബിൾ സപ്ലൈ ആയ 15 lakhന്റെ മുകളിൽ മാത്രം 15 lakh. ഇതൊരു എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷെ ആ ഡിഫറൻസ് അറിയില്ലെങ്കിൽ പെട്ടുപോകും. ആ ഡിഫറൻസ് അറിയില്ലെങ്കിൽ പെട്ടുപോകും. ഓക്കെ, സോ കോമ്പോസിഷൻ സ്കീം 100% അബോവ് ആൻഡ് കംപ്ലീറ്റഡ്. എടാ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് എല്ലതും. ഓക്കെ, യു ആർ മച്ച് സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. സോ മച്ച് സ്ട്രോങ്ങർ, യു ആർ സോ മച്ച് സ്ട്രോങ്ങർ ദാൻ യുവർ എക്സ്ക്യൂസസ്. നിങ്ങൾ എക്സ്ക്യൂസസിനേക്കാളും നിങ്ങൾ ഭയങ്കര സ്ട്രോങ്ങർ ആണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ദി പ്രോസസ്, യു വിൽ ക്യാൻ അച്ചീവ് എനിത്തിങ് യു ക്യാൻ അച്ചീവ് ഇഫ് യു ട്രസ്റ്റ് ദി പ്രോസസ്, ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്. സെൽഫ് ഡൗട്ടിങ് ഒക്കെ ഒഴിവാക്കുക. സെൽഫ് ഇങ്ങനെ നമുക്കങ്ങനെ തോന്നി, ഞാൻ ജയിക്കുമോ, എനിക്ക് കിട്ടുമോ, എനിക്ക് പറ്റുമോ, എനിക്ക് അങ്ങനെ ആവുമോ, ഇങ്ങനെ ആവുമോ, ഒക്കെ ഒഴിവാക്കുക. മാക്സിമം നമ്മൾക്ക് പറ്റുന്നിട്ട് നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ എല്ലാം കവർ ചെയ്തു.
കോമ്പോസിഷൻ സ്കീമിൽ എല്ലാം ഈച്ച് ആൻഡ് എവരി പോയിന്റ് ബുക്ക് എടുത്ത് നോക്കിക്കോ, ഒന്നും വിട്ടിട്ടുണ്ടാവില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. റൂളും സെക്ഷനും പ്രൊവിഷനും എല്ലാ എക്സ്പ്ലനേഷൻസും എല്ലതും പറഞ്ഞ് MCQs എക്സാം ടൈപ്പ് MCQs എല്ലാം ചെയ്ത് എക്സാം ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഇതിൽ കൂടുതൽ കോമ്പോസിഷൻ സ്കീമിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ആൻഡ് യു ക്യാൻ ട്രൈ ദി ക്വസ്റ്റ്യൻസ് ഓഫ് ലാസ്റ്റ് ജൂൺ 2024 വന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ അതിലുണ്ടായിരുന്നു. കോമ്പോസിഷൻ സ്കീം മാത്രമായിട്ട് ക്വസ്റ്റ്യൻ അതിൽ വന്നിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ആൻഡ് സൂപ്പർ 40 സോറി ടർബോ 40 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൽ വന്നിരുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ് ദി ക്ലാസ്. അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. രണ്ടാമത്തെ കമന്റ് ഇടുക. കമന്റ് ഒക്കെ ഇങ്ങനെ കമന്റ് കൂടുന്തോറും എൻ്റെ ഇങ്ങനെ കൂടും. കമന്റുകൾ കുറേ വരുമ്പോൾ എൻ്റെ ഇങ്ങനെ കൂടും. ഞാൻ കൂടുതൽ വീഡിയോസ് കൂടുതൽ അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലാം അടിപൊളി തന്നെയാണ് എനിക്കറിയാം, എന്നാലും ഞാൻ കൂടുതൽ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വീഡിയോസ് ഇടാൻ തോന്നും. ഓക്കെ, സോ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, ഇതൊന്നും സാധാരണ എല്ലാ വീഡിയോസിലും പറയാറില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഈ വീഡിയോ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ബാക്കി വീഡിയോസും പിന്നാലെ അടുത്ത കഴിഞ്ഞ് മിക്കവാറും എൻ്റെ ടാർഗറ്റ് റിവേഴ്സ് ചാർജ് ആണ്. റിവേഴ്സ് ചാർജ് കംപ്ലീറ്റ് 200% റിവേഴ്സ് ചാർജ് മൊത്തം വിത്ത് ക്വസ്റ്റ്യൻ വിത്ത് പ്രൊവിഷൻ ഒന്നും വിടാതെ മൊത്തം അടുത്ത വീഡിയോ അതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും IDT ഇനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ പ്ലേലിസ്റ്റ് നോക്കുക, എൻ്റെ ചാനൽ നോക്കുക. ഈ ചാനൽ നോക്കി കഴിഞ്ഞാൽ തന്നെ IDT ഫുൾ IDT. പിന്നാലെ ഞാൻ DT ചെയ്യാനും എൻ്റെ കയ്യിൽ പ്ലാൻ ഉണ്ട്. മേ ബി ഞാൻ മുമ്പ് വാക്ക് തന്നിരുന്നു ഞാൻ DT ഇടും എന്നുള്ളത്. ഞാനും പിന്നാലെ DTയും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ വേറൊന്നുമില്ല. ഓക്കെ, ശരി, ബൈ.